നമസ്കാരം ഗൈസ്, ആർജയാണ്. ആർജസ് വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോണത് തിരുവനന്തപുരം നടന്നു ചുമ്മാ കറങ്ങാൻ വേണ്ടി പോണ്. വീട്ടിൽ നിന്ന് ബോർഡടിച്ച് പിന്നെ എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് എൻ്റെ വൈഫ് എന്നെ കറങ്ങാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. വെറുതെ ചിലപ്പോൾ മ്യൂസിയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകാതിരിക്കും, അറിയില്ല. പോയി നോക്കാം, എവിടെയൊക്കെ ഇറങ്ങാൻ പോകണമെന്ന് കാണാം. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ദിവസമായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് പോവാണ്. പോയി നോക്കാം എന്താണ് ആവശ്യം അറിയാൻ പാടില്ല. നമ്മൾ ബസ് കയറി കഴിഞ്ഞാൽ ബസ് നമുക്ക് ഒറ്റ ഫ്രണ്ടിൽ സീറ്റ് കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട് വ്യൂ നമുക്ക് പോകുന്ന വഴിയെല്ലാം കാണിച്ചു തരാം. നമുക്ക് ഫ്രണ്ടിൽ ഇരുന്ന് സുഖമായിട്ട് ഇപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. എളുപ്പമായിരിക്കും. അവിടെ എപ്പോഴും ഫ്രണ്ട് വന്നിരിക്കാനുള്ളത് ഈ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് നല്ല ഫ്രണ്ട് വ്യൂ ഉണ്ടാവും. ഡ്രൈവറിൻ്റെ സൈഡിലുള്ള സീറ്റാണ്. ഇവിടെ ഇത് ജെൻസിന് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്. നമുക്ക് ഇരുന്ന് സുഖമായിട്ട് ഫ്രണ്ടിൽ യാത്രയൊക്കെ നോക്കി പോവാം. വെയിലടിക്കുമെന്നൊരു സംശയമുണ്ട്, നോക്കാം. വെയിലടിച്ച് രക്ഷപ്പെട്ട് വെയിലടിച്ച് നമുക്ക് ഉറപ്പോടെ പെടും. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം തന്നെ ഞാൻ ശരിക്കും നേരത്തെ കുളിച്ചു ഗൈസ്. ഇനി പോണ സമയത്ത് വിസാരിലെങ്ങാനും വെയിലാണെങ്കിൽ പെട്ട അവസ്ഥയാവും. ഇപ്പോഴും ഇതിനകത്ത് ചൂടിനൊരു കുറവില്ല. ഇതാണ് നമ്മുടെ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ്. അത്യാവശ്യം തിരക്കുള്ള ബസ് സ്റ്റാൻഡാണ്. തിരക്കുണ്ട്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ്സിൽ കയറി ഇരിപ്പാണ്. ബസ്സിനകത്ത് ഭയങ്കര ചൂടാണ്. വണ്ടി എടുത്ത് പോയിക്കുമ്പോൾ ചൂട് വെച്ചിട്ട് കുറേ പ്രതീക്ഷിക്കാം. നോക്കാം. ഈ സൈഡിലേക്ക് വെയിൽ വരും സംശയമുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയിരിക്കാം. വണ്ടി എടുത്തുമ്പോൾ കാറ്റടിക്കുമ്പോൾ തണുപ്പ് കിട്ടുമല്ല, ആ ഒരു പ്രതീക്ഷ നമ്മൾ കയറിയിരിപ്പാണ്. നമ്മൾ ഇവിടുത്തെ ഈ ഹോട്ടൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പാലസ് ഹോട്ടൽ വളരെ മോശമായ ഫുഡാണ്. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള ഫുഡ് ഹോട്ടലൊക്കെ വളരെ സാധാരണ എപ്പോഴും മോശമൊക്കെ ആയിരിക്കും. ബസ് സ്റ്റാൻഡിലായാലും റെയിൽവേ സ്റ്റേഷനിലായാലും ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട വർഷം കഴിച്ച സമയത്ത് അതിന് ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കയറ്റില്ല. അതൊക്കെ പണ്ട് കയറുമായിരുന്നു. പണ്ട് കയ്യിൽ കാശുള്ള സമയത്തൊക്കെ കയറുമായിരുന്നു. ഇപ്പോൾ കയ്യിൽ കാശിനകത്ത് തെണ്ടിക്കാവുകൊണ്ട് ഹോട്ടലിൽ കയറി ഫുഡൊന്നും കഴിക്കാനില്ല. പിന്നെ വില കുറഞ്ഞ വല്ല ഫുഡും കിട്ടുന്ന സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാണും. ഇപ്പോൾ നോക്കാം. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വണ്ടി എടുത്തു. ബാക്കിൽ കണ്ടക്ടർ ചേട്ടൻ ബെല്ലടിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ബെല്ലടിച്ച് തുടങ്ങി. ഇപ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകും. റിവേഴ്സ് എടുത്ത് നോക്കി തിരുവനന്തപുരത്തേക്ക് പോകുന്നതായിരിക്കും. നമുക്കെന്താ തിരുവനന്തപുരത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. എന്തിനാണ് പോകുന്നറിയില്ല. വൈഫിനുള്ള ആവശ്യത്തിനല്ല പോകുന്നത്. ബർത്ത്ഡേയായിട്ട് വന്ന് തിരുവനന്തപുരം കറങ്ങാൻ വേണ്ടി പോകുന്നറിയില്ല. എന്തായാലും പോയി നോക്കാം. കറങ്ങാനാണെങ്കിൽ ബിസിനസ് മാത്രമേ കഴിഞ്ഞുള്ളൂ. ആവശ്യമൊന്നുമില്ല. അതുപോലെ കാര്യം എല്ലാവരും പോയി നോക്കാം. എന്തൊക്കെ അവസ്ഥ അറിയില്ല. വണ്ടി എടുത്ത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വണ്ടി എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞു. ഈ സാധാരണ ബസ് അവിടെ നിന്ന് റൈറ്റിലൂടെ പോവാറ്. ഇന്നിപ്പോൾ ഇതിൽ കൂടെ പോകുന്നതെന്ന് അറിയില്ല. ഇലക്ഷനൊക്കെ ഭാഗമായിട്ടാണ് തോന്നുന്നു. ഇതിൽ ഓൾറെഡി ബസ് വരുന്നുണ്ട്. ബസ് പോകുന്ന സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. അത്രയും തിക്ക് നിറഞ്ഞ സ്ഥലമാണ്. ഇതിൽ കൂടെ എങ്ങനെ രണ്ട് ബസ്സുകൾ പോകുന്ന അറിയില്ല. റോഡ് സൈഡിലൊക്കെ ഒരുപാട് വണ്ടികൾ നിൽപ്പുണ്ട്. അതൊക്കെ ബസ്സുകൾക്ക് പോകാൻ ബുദ്ധിമുട്ടാകുമെന്ന് സംശയമുണ്ട്. നോർത്ത് സൂപ്പർ ഫാസ്റ്റ് അല്ല. പോകുന്നതൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ ഓർഡിനറിയാണ്. അതുകൊണ്ട് കുറേ സ്റ്റോപ്പുകളുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോപ്പിനോടെയും പോസ്റ്റ് നമ്മളെ പത്താം നിർത്തി കഴിഞ്ഞാൽ ഒരു ആംബുലൻസിൻ്റെ ശബ്ദം കേൾക്കുന്ന പോലെ ഉണ്ട് എനിക്ക്. ബാക്കിലാന്ന് തോന്നുന്നു. ചെറുതായിട്ട് ഫീലുണ്ട് ആംബുലൻസിന് ശബ്ദം കേൾക്കുന്ന പോലെ. ഇപ്പോൾ വണ്ടി പോകുന്ന സാധനങ്ങൾ നോക്കിയായിരിക്കും ആംബുലൻസിൽ പോകാൻ വേണ്ടിയത്. ഞാൻ കേട്ടുള്ള മിക്ക KSRTCക്കാരും ആംബുലൻസിന് സൈഡ് കൊടുക്കുന്ന ആ വണ്ടിക്കാരൊക്കെ ആയിരുന്നു. ഈ വണ്ടിയും സൈഡ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആംബുലൻസ് എത്തുമ്പോൾ നമുക്ക് ആംബുലൻസ് തന്നെയാണെന്ന് അറിയില്ല. ലോങ്ങിൽ നടന്ന ശബ്ദം കേൾക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഇപ്പോൾ പത്താങ്കല്ല് കണ്ട് പിന്നെ അടുത്ത സ്റ്റോപ്പ് ഇവിടെയായിരുന്നു. ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ മരുദിനാക്കം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഗൈസ്. സ്റ്റോപ്പിൻ്റെ പേര് മരുദിനാക്കം എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പത്താങ്കല്ല് കണ്ട് അടുത്ത സ്റ്റോപ്പിലാണെന്ന് തോന്നുന്നു. പത്താങ്കല്ലിൽ 2 സ്റ്റോപ്പുണ്ടായിരുന്നു. 2 പത്താങ്കല്ല് സ്റ്റോപ്പെന്ന് തോന്നുന്നു. അടുത്തടുത്തുള്ള ചെറിയ 2 സ്റ്റോപ്പായിരുന്നു. മരുദിനാക്കം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത മോണം അറിയില്ല. എനിക്ക് വൈകിട്ടൊന്നും യാത്ര ചെയ്യുന്നതിനും എനിക്ക് പിടിയില്ല. പേരൊന്നും കണ്ടിട്ട് അറിയില്ല. ബോർഡൊക്കെ വായിച്ച പേര് പറഞ്ഞത് എനിക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളല്ല. എറണാകുളം സിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരു മരങ്ങളൊക്കെ ഉള്ള ടൗണിൽ നിന്നൊക്കെ ഉള്ള സ്ഥലമാണ്. റോഡ് സൈഡിലൊക്കെ നമ്മളിപ്പോൾ UPS ജംഗ്ഷൻ അഴീക്കോടെത്തി. അഴീക്കോടിൻ്റെ മെയിൻ ബസ് സ്റ്റോപ്പ് അടുത്താണ് വരുന്നത്. ഇത് UPS ജംഗ്ഷൻ അഴീക്കോടെത്തിട്ടുള്ളൂ. അഴീക്കോട് ഇനി കൂടെ ഇച്ചിരി പോകുമ്പോൾ അടുത്ത ബസ് സ്റ്റോപ്പുണ്ട്. മെയിൻ ബസ് സ്റ്റോപ്പ് അത് അഴീക്കോടാണെന്ന് തോന്നുന്നു. നോക്കാം.
അങ്ങനെ നമ്മൾ അഴീക്കോട് എത്താനായി. ഈ വളവ് കഴിഞ്ഞ് നിർത്തുമ്പോഴാണ് അഴീക്കോടും തോന്നുന്നു. അല്ല, ഇവിടെ നിർത്തിയില്ല, ആ വളവാണ് തോന്നുന്നു അഴീക്കോട്. ഏതായാലും വളവുള്ള സ്ഥലമായിരുന്നു അഴീക്കോട്. ഇതിലൊന്നും ഞാൻ ബോർഡ് വായിച്ചെങ്കിൽ ഒരു പരിചയമുണ്ട്. ഈ ജംഗ്ഷനാണ് അഴീക്കോട്. ഇതന്നെ അഴീക്കോട്. എല്ലാം അതായത് ബോർഡിലും അഴീക്കോട് നേരിട്ടുണ്ട്. ഇപ്പം ഇതന്നെ അഴീക്കോട്. അഴീക്കോടിൻ്റെ മെയിനായിട്ടുള്ള ബസ് സ്റ്റോപ്പ്. അപ്പുറത്തുണ്ടായിരുന്നു UPS സ്കൂൾ ജംഗ്ഷനാണെന്ന് തോന്നുന്നു. അഴീക്കോട് നിർത്തിയിട്ട് പിന്നെ വേറെ അവിടെ നിർത്തിയിട്ടില്ല. പിന്നെ അടുത്ത ബസ് സ്റ്റോപ്പ് നോക്കാം. എല്ലാം നല്ല വളവുകളൊക്കെ നിറഞ്ഞ വഴികളാണ്. യാത്രയും ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പണി പാടും. ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് കളയില്ല. ബസ് സ്റ്റോപ്പിൻ്റെ പേര് നോക്കാനുള്ള ബസ് സ്റ്റോപ്പ്. ഇത് കെൽട്രോ ജംഗ്ഷനാണ് ഗൈസ്. അധികം കടകളുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു ഗാറുണ്ടായിരുന്നു. ഗാർഡനിൽ ബോർഡിൽ വെച്ചിങ്ങനെ കെൽട്രോ ജംഗ്ഷനാണ്. പക്ഷെ വേറെയും കെൽട്രോ ജംഗ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്താകുമ്പോൾ അവിടെ ഒരു കെൽട്രോ ജംഗ്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് അന്നേരം പോണെങ്കിൽ കാണാം. ഞാൻ മുമ്പ് കണ്ടിട്ട് തന്നെയാണ്. തിരുവനന്തപുരം സിറ്റിയുടെ ഭാഗത്തായിട്ട് ഒരു കെൽട്രോ ജംഗ്ഷൻ കൂടി ഉണ്ട്. ഇത് മെയിൻ സ്റ്റോപ്പാണ്. ഈ മെയിൻ സ്റ്റോപ്പിൻ്റെ പേര് എന്താണ്, എല്ലാം മറച്ചിരിക്കുകയാണ്. വണ്ടി എടുക്കുമ്പോൾ ഞാൻ കാണിച്ചാൽ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ പേര്. അവിടുത്തെ SBIയുടെ ബോർഡുണ്ട്. ആ ബോർഡ് ഇച്ചിരി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് വായിച്ച് പറഞ്ഞാൽ ഇതിപ്പോൾ കരകുളമാണെന്ന് തോന്നുന്നു. നല്ല അമ്പലം ആണെന്ന് അറിയാൻ പാടില്ല. ആ ബസ് സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങേണ്ടത് എവിടെയെന്ന് അറിയില്ല. തേങ്ങാസ്തുതി പറയുന്നവരെ ഇറങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാം. വീട് ഇപ്പോൾ തന്നെ 10-20 മിനിറ്റ് കൂടുതൽ എന്തായിട്ടുണ്ടാവും തോന്നുന്നു. 6 മണിക്കൂറായും തോന്നുന്നു. ഞാനിപ്പോൾ വീഡിയോ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എവിടെ ഇറങ്ങണമെന്ന് വെച്ചാൽ അവിടെ ഇറങ്ങിയിട്ട് കാണിച്ചിടാം ഗൈസ്. നമ്മൾ ഏകദേശം ഇറങ്ങുന്ന സ്ഥലമെത്തി ഗൈസ്. ഇത് റെയിൽവേ സ്റ്റേഷൻ നിൽക്കണം. നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ബസ് സ്റ്റാൻഡ് ഇവിടെ റൈറ്റ് സൈഡിലാണ്. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് നല്ല ബാഡ് ന്യൂസാണ്. അനിയൻ വെളുപ്പിന് 3 മണിയായ സമയത്ത്, ഇന്ന് വെളുപ്പിന് 3 മണിയായ സമയത്ത് സ്വിഗ്ഗിയിൽ ഡെലിവറി കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് അവിടെ റോഡ് പണിയൊക്കെ ആയിട്ട് അവിടെ കേബിളും കാലൊക്കെ മുറിച്ചിട്ടേക്കുന്നതാണ്. കേബിൾ കഴുത്തിലും കയ്യിലും കുടുങ്ങി റോഡിൽ വീണ് കൈയും കാലൊക്കെ ചെറുതായിട്ട് പൊട്ടി. പക്ഷെ നന്നായിട്ട് വരുതി ഇതായിട്ടുണ്ട്. ബ്ലഡ് കുറേ പോയിട്ടുണ്ട്. എല്ലൊന്നും പൊട്ടിയിട്ടില്ലാന്ന് മമ്മി പറഞ്ഞത് പിടിച്ചപ്പോൾ. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. നോക്കാം. അവന് ഉറങ്ങി എണീറ്റിട്ടില്ല. അവൻ ഉറങ്ങി എണീറ്റ് വിളിച്ച് സംസാരിക്കണം. എന്താണ് സംഭവമായി നടക്കണം നോക്കട്ടെ. നോക്കാൻ തിരിഞ്ഞ് ബസ് സ്റ്റാൻഡ് ഇറങ്ങി നമുക്ക് പോയി നോക്കാം. വൈഫിനെ ക്ഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ അടുത്ത് ഇത് പറയേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എന്താണ് നമ്മൾ തിന്നിട്ട് വന്നാലും നടക്കട്ടെ. എന്തിനാ വന്നെന്ന് അറിയാൻ പാടില്ല. അത് ശ്രുതിക്ക് അറിയുള്ളൂ. ബർത്ത്ഡേ ആയിട്ട് പോലെ സർപ്രൈസ് തരാൻ വേണ്ടി ഒന്നും അറിയാൻ പാടില്ല. ആണെങ്കിൽ വിഷമത്തുള്ള സർപ്രൈസ് സ്വീകരിക്കാതെ ഓപ്ഷനില്ല. നോക്കാം എന്തായാലും. തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റാൻഡിലെത്തി നോക്കാം. തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലെത്തി കഴിച്ച് ഞാൻ അപ്പം അനിയനോട് സംസാരിച്ച് ആ രണ്ടാമത് തന്നെയാണ് വീണത്. അവന് ചെറിയ കുഴപ്പം, ചെറിയ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ രീതിയിൽ കൈകാലം വളരെ ഇതായിട്ടുള്ളൂ. ശരിക്കും ഇത് ഈ പണിയുന്നവന്മാർ, റോഡ് പണി നടക്കുന്നവന്മാർ ഇങ്ങനെയൊക്കെ പൊട്ടിച്ച് റോഡിലിട്ട് എങ്ങനെ മനുഷ്യന്മാർക്ക് യാത്ര ചെയ്യാൻ പറ്റുക? ഫുള്ളായിട്ട് കേബിളൊക്കെ മാറ്റേണ്ടതല്ലേ. അവൻ്റെ കഴുത്തിലും കയ്യിലൊക്കെ കുടുങ്ങി നിരത്തി വീണ് കൈയും കാലൊക്കെ ചിരകി ഫുള്ളായിട്ട് ഒരുതി തൊലിയൊക്കെ പോയിട്ടുണ്ടോ. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല അവൻ പറഞ്ഞ്. അത് എല്ലാം പൊട്ടവും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായത്. ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഫുള്ളും മൂടൊപ്പം ഞാൻ ഒന്നുകൂടെ വിളിച്ച് സംസാരിക്കണം. അമ്മ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. ഒന്നും വിളിച്ച് സംസാരിച്ചോട്ടെ. ലൈഫ് പറഞ്ഞാൽ നമുക്ക് ലുലുവിൽ കുറച്ച് AC കൊണ്ട് കറങ്ങി വരാമെന്ന് പറഞ്ഞത്. നമ്മൾ വെറുതെ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് കറങ്ങാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ ലുലുവിൽ അങ്ങോട്ട് പോകുമ്പോൾ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ നാളാണ് നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോലീസ് ടിക്കറ്റ് തന്നെ പോലീസ് കൗണ്ടറിൽ ആളില്ല.
അതുകൊണ്ട് ഇവിടെ ഓട്ടോറിക്ഷക്കാരൊക്കെ അങ്ങോട്ടും കൊണ്ട് നമ്മൾ അടിയാണ്, സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പരിചയമുള്ള ചേട്ടൻ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ട്, പുള്ളി പോരാന്ന് പറഞ്ഞ്. കാരണം ഇവിടെ നിന്ന് അല്ലാതെ നമ്മൾ ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞാൽ നമ്മൾ കത്തി വരെ പറഞ്ഞ് അടി കൂടും. ഇപ്പോൾ തന്നെ ഒരു പെങ്കൊച്ച് വന്നപ്പോൾ ആ പെങ്കൊച്ചിനോട് ഇവിടെ അടുത്തോടെയാണ് പോകണം, ഒരു ചേട്ടൻ സംസാരിച്ച് അടുത്തോടെയാണ് പോകാനുള്ളത്. അത് കാരണം മറ്റുള്ള ഓട്ടോറിക്ഷക്കാർക്ക് ആർക്കും കൊണ്ടുപോകാൻ താല്പര്യമില്ല. അവസാനം ആദ്യം പോയി സംസാരിച്ച് ചേട്ടൻ തന്നെ കൊണ്ടുപോകുന്ന അവസ്ഥയായി. ആർക്കും അങ്ങോട്ടും കൊണ്ട് നമ്മൾ സംസാരം വെച്ചപ്പാടുന്നവരൊക്കെ ആയി ഇവന്മാർ കൊണ്ടുപോകാൻ വേണ്ടി കാണിച്ചിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇവന്മാരുടെ ചോദിച്ചാൽ ഇവന്മാർ നമ്മുടെ അടുത്ത് കത്തി വരെ പറയും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വേണം, നമുക്ക് പരിചയം ഓട്ടോറിക്ഷ ആകുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പോയി നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റേറ്റ് കൊടുത്താൽ അതിൽ കൂടുതൽ അങ്ങോട്ട് കൊടുത്ത് നമ്മളെ പറ്റിക്കൂല. അതുകൊണ്ട് ഓട്ടോറിക്ഷ കൊണ്ട് വെയിറ്റ് ചെയ്യണം, ആ ചേട്ടൻ പോകാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം. നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അതൊക്കെ പോകാം. അപ്പോൾ തമ്പാനയിൽ നിന്ന് ലുലിന് അങ്ങോട്ട് ബസ്സിൽ ഇവിടെ നിന്ന് ഈസ്റ്റ് ബോട്ട് പോയിട്ട് ഈസ്റ്റ് ബോട്ടിൽ നിന്ന് പോയിട്ട് ചാക്കിൽ ഇറങ്ങണം എന്ന് പറഞ്ഞത്. ഏത് ചാക്കിലാണ്? നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇവിടെ നിന്ന് ഈസ്റ്റ് ബോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ചാക്കിൽ ഇറങ്ങണം. ചാക്കിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേണം വീണ്ടും അടുത്ത ബസ് കയറി പോകുന്നുള്ളത്. ആരുടെ ചാക്കിൽ ഏത് ചാക്കിലാണെന്ന് അറിയാൻ പാടില്ല. എന്താ എല്ലാവരും നമുക്ക് ഈസ്റ്റ് ബോട്ടിൽ പോകാം. എന്തായാലും നോട്ടെ, ആ ചേട്ടൻ പിന്നെ നമ്മൾ ഡയറക്റ്റ് ലുലുമാളത്തിന് പോവാം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ വല്ല രീതിയിൽ ബസ്സിലോ നടന്ന് നമുക്ക് പോവാം. അല്ലാതെ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിക്കൂല, പിടിച്ചമാരെ കൊല്ലും, നമ്മളെ പിരിഞ്ഞു കൊല്ലും. നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് കയറുന്ന എൻട്രിയാണ്. നമ്മൾ എൻട്രിയോടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആ ഇപ്പോൾ ആ ചേച്ചിയും മകളും കൂടി ബസ് കയറാൻ റോഡ് ക്രോസ് ചെയ്താണ് ബസ്സിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ബസ്സിൻ്റെ മുകളിലേക്ക് ഡ്രൈവർക്കൊന്നും കാണൂല. അത് മനസ്സിലാക്കാനുള്ള കുറച്ച് ബോധമില്ലാതാണ് ഈ അമ്മയും മോളും കൂടി ബസ്സിനിടയിൽ കൂടെ പോയത്. അവർ കുറച്ച് വേദന വേണ്ടേ, കാരണം മുകളിലേക്ക് ബസ് കയറാൻ താഴത്തുനിന്ന് കാണൂല. ആ എൻ്റെ വൈഫ് നന്നായിട്ട് വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വായി നോക്കൂ ശ്രുതി, താങ്കൾ വായി നോക്കൂ. ശ്രുതി നന്നായിട്ട് വായി നോക്കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല ഗൈസ്. അവൾ വായി നോക്കിക്കോട്ടെ. നമുക്ക് അതിൽ എനിക്ക് അങ്ങനെ ഭാര്യ വായി നോക്കൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനും വായി നോക്കും, അവളും വായി നോക്കും, രണ്ടുപേരും വായി നോക്കുക. അതിൻ്റെ പേരിൽ നോ പ്രോബ്ലംസ്. വൈഫ് എന്നെ കൊണ്ടുവന്ന് ലുലുമാളിലാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് കറങ്ങാൻ ലുലുമാൾ കറങ്ങാന്ന് വെച്ച് ബർത്ത്ഡേ ആയിട്ട് വീട്ടിൽ വിഷമമുള്ള വാർത്തയൊക്കെയാണ് ഞാൻ വിളിച്ച് സംസാരിച്ചത്. കുഴപ്പമില്ലെന്നൊക്കെ അവൻ പറഞ്ഞൊരു സമാധാനമേ ഉള്ളൂ. ഇപ്പോൾ സമാധാനമൊക്കെ ആയി. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇവിടെ ലുലുമാൾ കുറച്ച് AC കൊണ്ട് കറങ്ങാനില്ല, പുറത്ത് എവിടെയും കറങ്ങാൻ പറ്റില്ല. പുറത്ത് ഒടുക്കത്തെ വരും, പൊട്ട ചൂടും പൊള്ളുന്ന ചൂടുമാണ്. അപ്പോൾ ലുലു കറങ്ങാന്ന് വെച്ചപ്പോൾ ലുലു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലുലു ഇറങ്ങാം. ലുലു ഇറങ്ങിയിട്ട് നമുക്ക് ലുലുമാൾ ഫുള്ള് ഞാൻ കണ്ടിട്ടില്ല എന്നവരെ. ഇവിടുത്തെ ലുലുമാൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഉമാർ പിടിച്ച് ക്യാമറ ഓഫ് ചെയ്യും. എങ്കിലും കുറച്ച് പറ്റുന്നത്രയും കവർ ചെയ്യാം. കുറച്ച് നമ്മൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് നമ്മൾ ബാക്കി നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതാക്കാം, അറിയിക്കുന്നതായിരിക്കും. ഇപ്പം തന്നെ നമ്മൾ ഫുള്ളായിട്ട് ലുലുമാൾ കവർ ചെയ്യാൻ പറ്റില്ല. നോക്കാം, മാക്സിമം പറ്റുന്നത്രയും കവർ ചെയ്യാം. ഉമാർ പിടിച്ച് ഫോം വാങ്ങി ഡിജിറ്റൽ കവർ ചെയ്യാം. ഡിജിറ്റൽ ആക്കുന്ന സമയത്ത് കവർ ചെയ്ത് നിർത്തിയിട്ട് ബാക്കി വേറെ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ലുലുമാൾ ഇറങ്ങിയിട്ട് വരാം. ഞങ്ങൾക്ക് ഹൈപ്പറിൽ പോകണം. ഹൈപ്പറിൽ പോയിട്ട് വില കുറഞ്ഞ് 100 രൂപയ്ക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം, എന്തെങ്കിലും തിന്നാൻ കിട്ടാനും വാങ്ങണം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത്. കയ്യിൽ 100 രൂപ ഉണ്ട്. ഹൈപ്പറിൽ പോയിട്ട് 100 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങണം. നമ്മളെ പരിചയത്തിലൂടെ നമ്മൾ ഓട്ടോറിക്ഷ ഇട്ടാൽ നമ്മൾ അധികം കാശ് വാങ്ങാതെ പുള്ളി എനിക്കൊരു ഹാപ്പി ബർത്ത്ഡേക്ക് വിഷയം തന്നിട്ട് പുള്ളിനെ പറഞ്ഞയച്ചത്. അപ്പോൾ നമ്മളത് ലുലുമാളിൽ ഹൈപ്പറിൽ പോകണം, വില കൊണ്ട് എന്തെങ്കിലും നോക്കാനുണ്ടോ. ഫുഡ് കഴിക്കാൻ കൊണ്ട് സാധനം ഒരു ഫുഡ് പോലെ വാങ്ങാം 100 രൂപയ്ക്ക് കൊണ്ട് കയറ്റിയിട്ട്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം കാണും, ഇവിടെയും കാണും. ഇത് നോക്കി, പെൻസിൽ കുത്താൻ സെപ്പറേറ്റ്, വേസ്റ്റ് ഇടാൻ സെപ്പറേറ്റ്, കട്ടിനടക്കും. ഓ ഇവിടെ ഇതൊക്കെ കണ്ട് കൊതിട്ടുണ്ടിരിക്കാം. നീ വീണ്ടും പഠിക്കാൻ വേണ്ടി പോകണം 1ാം ക്ലാസ്സിൽ? ഞാൻ പഠിച്ച സമയത്ത് എനിക്കൊരു ജോമെട്രി ബോക്സ് പോലും കിട്ടും. സത്യമായിട്ട് ഒരു സ്കെയിലുള്ള ജോമെട്രി ബോക്സ്. ഓഫ്ലൈനിൽ പഠിക്കുമ്പോൾ ഒന്നും കിട്ടില്ല. ഓഫ്ലൈനിൽ പഠിക്കുമ്പോൾ ഒന്നും കിട്ടൂല. അതൊക്കെ വീട്ടിൽ പഠിക്കുന്നവർക്ക് അച്ഛനും വാങ്ങി കൊടുക്കുന്നത്. ഓഫ്ലൈനിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ചില്ലായിരുന്നു. ജിമ്മിൽ പോകണില്ല. നമ്മൾക്ക് വട്ടാണ് കൈസ്. കാശില്ലാത്തടയ്ക്ക് ഓരോ സാധനം നോക്കിയപ്പോൾ കൊതി ഇറക്കാന്നല്ലാതെ വാങ്ങിക്കാൻ പറ്റില്ല. നോക്കി കൊതി ഇറക്കാൻ വന്നു പറഞ്ഞിട്ട് അവൾ നോക്കി കൊതി ഇറക്കൊണ്ടിരിക്കുന്നത്. വാങ്ങിക്കാൻ പാടില്ല എന്നോട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനം എടുത്ത്. വെറുതെ നോക്കാൻ. ഇവിടെ സ്കൂൾ തുടങ്ങുമ്പോഴായിട്ട് സ്കൂളിൻ്റെ എല്ലാ കളക്ഷൻസും ഉണ്ട്. പക്ഷേ കുറേയൊക്കെ നല്ല കത്തുന്ന വിലയാണ്. ചിലതൊക്കെ കുഴപ്പമില്ലാത്ത നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ പറ്റിയ സാധനങ്ങളുണ്ട്. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഓരോ സംഭവം എത്ര രൂപയാണെന്നൊക്കെ. ഭാര്യ വേറെ എന്തൊക്കെ ക്യാൻഡിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേ ബോയിനെയും കൊണ്ടുവന്നിട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വല്ലതും കൊടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതിൽ ഇത്രയും വലിയ മണ്ടത്തി ലോകത്ത് വേറെ കണ്ടിട്ടില്ല. ബർത്ത്ഡേക്കുള്ള ആളത്തിനെ കൊണ്ടുവന്നിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ നിൽക്കുകയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്, ഒന്നും വാങ്ങണം ഞാൻ പറഞ്ഞു, പൈസ ഇല്ല. അതുകൊണ്ട് ബർത്ത്ഡേക്കുള്ള ഒന്നും വാങ്ങാൻ താല്പര്യമില്ല. പിന്നെ ഇവിടെ വീട്ടിൽ ഉപയോഗിക്കാൻ പല സാധനം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറവിൽ. ഇപ്പോൾ ഒരു സാധനം വാങ്ങാൻ പൈസ ഇല്ല. നിഷു നമുക്ക് പോവാം. മമ്മി ഇവിടേക്ക് വല്ല ഫുഡ് വാങ്ങാൻ വന്നിട്ട് ഇവിടെ നിന്ന് കേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നില്ല. കേക്കിനൊക്കെ 500-600 രൂപയാണ്. കയ്യിൽ ആപ്പളം 200 തേച്ചില്ല, 200-300 രൂപ ഉള്ളൂ. വണ്ടിക്കാശൊന്നും തേച്ച് പോകാനുണ്ടാവില്ല. അതിനിടയ്ക്ക് അവിടെ കേക്ക് വാങ്ങാൻ വന്നിരിക്കുന്നത്. നമുക്കത് അവിടെ നല്ല ഫുഡായിട്ട് പോവാം. വയസ്സിലെ വൈഫ് നമ്മൾ എണ്ണം കൂടിയത് 100 രൂപയ്ക്ക് ഫുഡ് ആകുമ്പോൾ വന്നാൽ, പക്ഷേ വാങ്ങിച്ചത് 300 രൂപ. 300 രൂപയായി, 300 മുകളിലായി തോന്നുന്നു. നമുക്ക് നോക്കാം. വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 10-500 രൂപ ആയി തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം ഗൈസ്, എത്ര രൂപ ആവുമെന്ന് അറിയില്ല. അധികം പൈസ ആവാതെ കിട്ടുന്ന പ്രതീക്ഷിച്ച് നോക്കി പോകുന്നത്. സാധനം വാങ്ങിയിട്ട് നമുക്ക് നേരെ മുകളിൽ പോലും ഭക്ഷണം കഴിക്കാൻ. മുകളിൽ പോയി ഹോട്ടലിൽ കഴിക്കുമ്പോൾ എന്തായാലും 10,000 രൂപ ചിലവുണ്ടാകുന്ന കഴിച്ചാൽ. ഇതിപ്പോൾ ഇവിടെ നിന്ന് 100-300 രൂപയ്ക്കുമ്പോൾ സാധനം വാങ്ങിച്ച് നമുക്ക് പോകാൻ പറ്റും. വീട്ടിലേക്ക് കുറച്ച് വിലക്കുറവിൽ നൂഡിൽസ് കണ്ടപ്പോൾ 40 രൂപയ്ക്കൊക്കെ വലിയ പാക്കറ്റ് നൂഡിൽസ് കണ്ടപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ നമ്മൾ ബോക്സ് ചെയ്തിട്ടുണ്ട്. 40 രൂപയ്ക്ക് നൂഡിൽസ് കിട്ടിയപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്നിട്ട്, പിന്നെ 50 രൂപയ്ക്ക് മറ്റേ ജ്യൂസ് വലിയ പാക്കറ്റ് ജ്യൂസ് ഉണ്ട്. അപ്പോൾ അതും വാങ്ങിച്ച് മുകളിൽ പോയിട്ട് ഭക്ഷണം കുടിക്കാനായിട്ട് അതും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് മുകളിലേക്ക് പോകണം. ഇവിടെ നിന്ന് എത്ര രൂപ ബില്ലാന്ന് അറിയില്ല, നോക്കാം എന്തായാലും. നിശ്ചയം വേണ്ട, മിഠായി വേണ്ട, പൈസ ഇല്ല, വില കൂടുതലാണ്. മിഠായിക്ക് എടുക്കാൻ പോകുന്നത് ഗൈസ്. പൈസ ഇല്ലാത്തുണ്ടെങ്കിൽ നമ്മൾ മിഠായി വാങ്ങാൻ പോകുന്നത്. നമുക്കധികം കാശ് ചിലവാക്കാൻ എൻ്റെ കയ്യിൽ കാശുമില്ല ഗൈസ്. 100 രൂപയ്ക്ക് ഫുഡ് വാങ്ങാൻ വന്നാൽ 350 രൂപയ്ക്ക് മുകളിൽ ഫുഡ് ചിലവായിട്ടുണ്ട്. 350 രൂപ ഫുഡ് ചിലവാക്കിയിട്ടുണ്ട്. ബർത്ത്ഡേ ആയതുകൊണ്ട് 350 രൂപയ്ക്ക് ഫുഡ് ചിലവാക്കിയിട്ടുണ്ട്. നമുക്കിനെ തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യുന്ന ആവശ്യമില്ല. വണ്ടി കാശ് കയ്യിൽ ഉണ്ടെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആരും വിളിച്ച് കടമൊക്കെ ചോദിച്ച് 500 രൂപ ഒപ്പിച്ച് വേണം വണ്ടി കാശ് ഒപ്പിക്കാനുണ്ട്. അനിയനാണെങ്കിൽ വീണിട്ട് കൈയും കാലൊക്കെ ഒടിഞ്ഞ് കൈയും കാലൊക്കെ മുറിവൊക്കെ ആയിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവിടെ ബർത്ത്ഡേ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ടുവന്ന് പൈസ 350 ചിലവാക്കിച്ചത്. നല്ല വിഷമത്തിലാണ് പോകുന്നത്. എങ്കിലും കുഴപ്പമില്ല, പോയി മോളിൽ പോയി കഴിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മോളിൽ പോകാം. മോളിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇതിലേക്ക് വരികയാണെങ്കിൽ മോളിൽ പോയി ഫുഡ് കഴിക്കാൻ നല്ലത്. ഇവിടെ ഹൈപ്പറിൽ പോയി 100 രൂപയ്ക്ക് 150 രൂപയ്ക്കുള്ള ചെറിയ ഫുഡുകളൊക്കെ വാങ്ങിയിട്ട് ഒരു 350 രൂപയ്ക്ക് വാങ്ങിയിട്ട് പോയി കഴിക്കണം. ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ചിലപ്പോൾ അമാർ ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ കൊടുത്തായി. എസ് ബിയുടെ ആൾക്കാരോട് നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും മോളിൽ പോകാം ഗൈസ്. നമുക്ക് മോളിൽ പോയി ഫുഡ് കഴിക്കാം. എന്നാലും ശരിയാവും, റെഡിയാവില്ല. നോക്കാം. അതേ ഫുഡ് വാങ്ങിയിട്ട് ശ്രുതി മോളിൽ പോകേണ്ട. എൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് നോക്കാം മോളിൽ പോയിട്ട് കഴിക്കാനായിട്ട്. ശ്രുതിയുടെ മോന്തേക്ക് നോക്കും ഗൈസ്. അവൾക്ക് വയറൊക്കെ വിശന്നിട്ട് കൂടുതൽ എരിയുന്നുണ്ട്. ശ്രുതിയുടെ വയറൊക്കെ കൂടുതൽ എരിഞ്ഞ അവസ്ഥയിലായി. നോക്കാം ഗൈസ്. ഞാൻ വാഷ്റൂമിൽ പോവാണ്. ശ്രുതി അവിടെ സീറ്റ് പിടിക്കാൻ വേണ്ടി പോയേക്കാം. നമുക്ക് പോകാൻ നിൽക്കുന്നത് വാഷ്റൂം പോയിട്ട് മൂത്രമൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അവളൊരു സീറ്റ് പിടിക്കട്ടെ ഗൈസ്. ബാത്റൂമിൽ ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഭയങ്കര സ്മെല്ലായിരുന്നു ഈ വാഷ്റൂമിൽ. ഇപ്രാവശ്യം കുഴപ്പമില്ല, ഇച്ചിരി ക്ലീനാണ്. പക്ഷേ സ്മെല്ലും കുറവുണ്ട്. അത്യാവശ്യം നല്ല അവര് സ്പ്രേയിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്മെല്ല് കുറവുണ്ട്. നല്ല സ്മെല്ലധികം ബോറിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടുണ്ടായിരുന്നില്ല. നമുക്കെന്തായാലും അങ്ങോട്ട് പോകാം. ഞാൻ എച്ചിയാണെങ്കിലും ഞാൻ തെണ്ടിയിട്ടായാലും എൻ്റെ കെട്ടിയവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. ചിക്കൻ ബിരിയാണി തിന്നിർത്ത് ഇനി ഇതേണ്ട ഞാൻ ഒരു കോഴി വാങ്ങിച്ചായിരുന്നു. അത് ഞാൻ പിച്ച് പെറുക്കി വെച്ചതാണ്. മയോണക്സും സലാഡ് കുപ്പൂസ് 30 രൂപ, ജ്യൂസ് 60 രൂപ, മറ്റത് 90 രൂപ. ഇത് അവൻ്റെ ഫേവറേറ്റ് ആണ്. ഞാനൊരു വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. എങ്ങനെയുണ്ട് അസെ കുടിച്ചിട്ട്? ടേസ്റ്റ് ഉണ്ടോ? അത് കൊള്ളാം. എങ്ങനെയുണ്ട് എൻ്റെ ബർത്ത്ഡേ ട്രീറ്റ്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര എച്ചിത്തനമായിട്ടുള്ളൊരു ബർത്ത്ഡേ കൊടുക്കുന്നത്. മറ്റേത് ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് ഭയങ്കര റിച്ച് ആക്കാറാണ്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം എനിക്ക് വർക്കില്ല. ഞാൻ ഭയങ്കര എച്ചായിട്ടിരിക്കുന്ന എക്സാമൊക്കെ കഴിഞ്ഞ്. അതുപോലെ കഴിച്ച് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ A വാങ്ങിച്ച് പാസ്സായിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പോലും ഞാൻ വളരെ മോശമായിട്ട് എക്സാം എഴുതിയ ആളാണ്. ഇംഗ്ലീഷിൽ ABCD അറിഞ്ഞിടാത്ത വ്യക്തിയാണ്. ഞാൻ പഠിച്ച കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഞങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് സ്റ്റോറി ഇടുന്നുണ്ട്, ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം ഞാനിത് നോക്കിയിരുന്ന് ഞാൻ വെള്ളം ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടറിയാം. ഞാൻ കുറേ നേരമായിട്ട് തിന്നിട്ടില്ല കഴിച്ച്. ഞാനും തിന്നട്ടെ. ഞാനാണ് ശരിക്കും വിശന്നിരുന്ന ആൾ. ഞാൻ ലാസ്റ്റ്. അപ്പം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ശ്രുതിയും താഴത്തിറങ്ങാണ്. ഇവിടെ ഫോണിടെ ചാർജ് ചെയ്യണം. ഫോണിൽ ചാർജില്ല. നമുക്ക് ഇന്ന് ഇവിടെ ഫുള്ള് ലുലുമാൾ കറങ്ങിയിട്ട് വീടെത്തുമ്പോൾ രാത്രിയാവും. മിക്കവാറും ഒന്നും വീട്ടിൽ പോയി നടക്കൂല. നമ്മളെ ബസ്സൊക്കെ കിട്ടൂല ഉറപ്പാണ്. ഇപ്പോൾ തന്നെ സമയം ഏകദേശം
5 മണി 4:45 ബസ് പോയി. നമ്മുടെ കാട്ടിലെ ബസ് ഓൾറെഡി പോയിട്ടുണ്ടാവും. പിന്നെ ബസ് നമ്മൾ 4:20 നമ്മുടെ ബസ് 4:45. ഇനിയിപ്പോൾ ഇന്നത്തെ സുഹൃത്തും പോക്കുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ലേറ്റായിട്ട് ഇറങ്ങുള്ളൂ. ഇന്ന് ഫുള്ളും ലുലുമാൾ ഫുള്ളും EMI ആയിട്ട് കാണുന്നത് വേണ്ട പോകണമെന്ന്. നമ്മൾ എന്തായാലും ലുലുമാൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി എന്തായാലും നമുക്ക് ബസ്സില്ല. ഇന്ന് രാത്രി നിൽക്കും. വേണ്ട 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 വാങ്ങിച്ചു വേണ്ട ഗൈസ്. ഇവൾക്ക് പ്രാന്തായിട്ട് EMI ഇട്ട് കണ്ണാടി ഇട്ടെന്ന് പറയാൻ വേണ്ടി ലെൻസ് ആൻഡ് ഫ്രെയിംസിൽ ഷോറൂമിൽ പോയേക്കാണ്. ഇവൾക്ക് വട്ടാണ് ഗൈസ്. എനിക്ക് ഓൾറെഡി ഞാൻ പവർ ഗ്ലാസ് യൂസ് ചെയ്യണത്. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അവൾ വെറുതെ ചോദിക്കാൻ വേണ്ടി പോയേക്കാണ്. നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാം. ഇന്നെന്തായാലും നമുക്ക് കൊച്ചി തിരുവനന്തപുരം ഫുള്ളും നമ്മൾ കറങ്ങുന്നതായിരിക്കും. മിക്കവാറും രാത്രി നമ്മൾ തിരുവനന്തപുരത്ത് സ്റ്റേ അടിക്കേണ്ട പരിപാടിയിലും. കാരണം നമുക്കിന്ന് വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി കിട്ടൂല. വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് കിട്ടൂല. ഓൾറെഡി കയ്യിലെ കാശൊക്കെ അതൊക്കെ വാങ്ങിയിട്ട് ചിലവാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകാനുള്ള ബസ് കിട്ടൂല. നോക്കാം. ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും ലുലുമാളിൽ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ പെട്ട അവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി പാട്ടൊക്കെ വെച്ച് കോപ്പറേറ്റ് അടിക്കും. അവിടെ നമുക്ക് പിന്നെ കാണാം. ഭാര്യ വേറെ എന്തൊക്കെ ക്യാൻഡിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേ ബോയിനെയും കൊണ്ടുവന്നിട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വല്ലതും കൊടുക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇത്രയും വലിയ മണ്ടത്തി ലോകത്ത് വേറെയും കണ്ടിട്ടില്ല. ബർത്ത്ഡേക്കുള്ള ആളത്തിനെ കൊണ്ടുവന്നിട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങാൻ നിൽക്കുകയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്, ഒന്നും വാങ്ങണം ഞാൻ പറഞ്ഞു, പൈസ ഇല്ല. അതുകൊണ്ട് ബർത്ത്ഡേക്കുള്ളൊന്നും വാങ്ങാൻ താല്പര്യമില്ല. പിന്നെ ഇവിടെ വീട്ടിൽ ഉപയോഗിക്കേണ്ട പല സാധനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുറവില് ഇപ്പോൾ ഒരു സാധനം വാങ്ങാൻ പൈസ ഇല്ല. നിഷു നമുക്ക് പോവാം. മമ്മി ഗൈസ്, ഇതാണ് നമ്മൾ എടുത്ത് വാങ്ങിച്ച ഫുഡ്. വൈഫ് ഫോട്ടോ എടുക്കാണ്ട് നോക്കിയപ്പോൾ ഞാൻ തിരിഞ്ഞില്ല. നമ്മളിപ്പോൾ 350 ചെലവുണ്ട് ഇപ്പോൾ തന്നെ. നമ്മുടെ ശ്രുതിയിൽ അവിടെ നിന്ന് ഭക്ഷണം കൊണ്ട് വെയിറ്റ് ചെയ്യാണ്. ഫക്കൊക്കെ വിരലടിക്കുന്നുണ്ട്. ഞാൻ വരാൻ ലേറ്റ് അതിൻ്റെ പേരിൽ അവിടെ വിരലടിക്കുന്നുണ്ട്. നമുക്കതിൽ ഭക്ഷണം കഴിക്കാം. 350 ലാഭമാണ് ഗൈസ്. ഇതിന് ഈ സാധനത്തിന് 60 രൂപ, ബിരിയാണിക്ക് 100 രൂപയായി. പിന്നെ കുബൂസ് അതൊക്കെ ചേർന്ന് 200 രൂപ. പിന്നെ ചിക്കൻ കുറച്ച് വേണ്ട. എല്ലാം കൂടി 350 രൂപ ആയിട്ടുണ്ട് ചിലവ്. ഇത് തേങ്ങാസൂതോടെ ഇരിപ്പുണ്ട്. മൊബൈൽ കളിച്ചോണ്ടിരിക്കുക. ഹലിപ്പടല്ലേ എന്താണ്? ഒന്നുകൂടെ എടുത്താൽ പോലെ പ്രശ്നം തോന്നില്ലേ? വേറൊരു സന്തോഷം ആയിട്ടുണ്ട്. ശ്രുതിയുടെ റിസൾട്ട് വന്ന് അവള് പാസ്സായി. അവള് A വാങ്ങി 1ാം സ്ഥാനത്ത് ഇരിപ്പുണ്ട്. ശ്രുതി S പാസ്സായിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷം കൂടി ചേർന്നുള്ള ആഘോഷിക്കണം. എന്റെ ബർത്ത്ഡേയും എന്റെ ബർത്ത്ഡേയും ശ്രുതിയുടെ റിസൾട്ട് വന്നതിന്റെ സന്തോഷം എല്ലാം കൂടെ ഒരുമിച്ച് കൂടെ ആഘോഷിക്കാൻ പോവാണ്. റെഡിയല്ലേ ഗൈസ്? നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ഇപ്പോഴും ലുലുന്ന് ഇറങ്ങിയിട്ടില്ല. ലുലുവിൽ ഫുള്ള് കറക്കം മാത്രം, ഒന്നും നല്ല കറക്കമാണ് ലുലുവില്. അപ്പോൾ നമ്മളത് ഫുഡ് കോർട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങണം. സമയം ഏകദേശം 9:50 ഗൈസ് സമയം. ഇനി നമ്മളിവിടുന്ന് പോയാലും നമുക്ക് അവിടെ ചെന്ന് ബസ് നമുക്ക് ഉറപ്പില്ല. നമ്മൾ നോക്കാം എങ്ങനെ നമ്മുടെ കാട്ടിലേക്ക് പോകാൻ വല്ല ബസ് കിട്ടുമോ നോക്കാം. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ മൂഞ്ച് അവസ്ഥയാണ്. നോക്കാം. നമ്മളത് എന്താണ് ഫുഡ് കോർട്ട്. ഇവിടുത്തെ ഫുഡ് കോർട്ട് ഉള്ള ഒരു വലിയ ഫുഡ് കോർട്ട്, വലിയ ഫുഡ് കോർട്ടാണ്. അറ്റം വരെ ഉണ്ട്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല അത്യാവശ്യം നല്ല വലിയ മാൾ തന്നെയാണ്. ഇന്ത്യ 9:50 ഇത്ര രണ്ടും ആളുകൾ കുറഞ്ഞിട്ടില്ല, തിരക്കൊന്നിട്ടില്ല. നമ്മളെന്തായാലും വീട്ടിലേക്ക് പോകുമ്പോൾ ബസ് പോകാൻ നോക്കാം. കിട്ടിയാൽ കിട്ടി. ലിഫ്റ്റൊക്കെ ഫുള്ളാന്ന് തോന്നുന്നു. ഗൈസ് ഡേ നമ്മളിപ്പോൾ ഇറങ്ങുന്ന സമയം ഏകദേശം 10 മണി കഴിഞ്ഞു. അതെ 9:50 ഇവിടെ നിന്ന് ഔട്ടിങ് പോകണം. നിഷു ഇപ്പുറത്തല്ലേ? അവിടെയാണോ? അപ്പുറത്താണ് ഔട്ടിങ്. നമുക്ക് അതിൽ കൂടെ പുറത്തേക്ക് പോകണം. എന്നിട്ട് ഇവിടെ നിന്ന് വല്ല ഊബർ പിടിച്ച്, ഊബർ നല്ലത്, അല്ലാതെ നല്ല ബസ് നോക്കാം. ബസ്സിന് ബസ് കയറാം. ബസ്സില്ലാന്നാണെങ്കിൽ ഊബറിന് പിടിച്ച് നമുക്ക് പോകണം. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് ബസ് ഇട്ടൊന്നും അറിയില്ല, ഉണ്ടാവേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഊബർ ഓടിച്ചിട്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് തമ്മാനൂർ പോകണം. തമ്മാനൂർ പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ റൂട്ടിലേക്കുള്ള ബസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും എന്നാണ് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ അറിയാൻ പറ്റിയത്. അപ്പോൾ അവിടെ പോയി നോക്കട്ടെ. ബസ് ഉണ്ടെങ്കിൽ നമുക്ക് ബസ് കയറി നെടുമങ്ങാട് പോവാം. പിന്നെ അവിടെ നിന്നും നമ്മൾ ആ വഴിക്കുള്ള ബസ് കിട്ടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ. കാരണം ഇവിടെ നിന്നൊക്കെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവർക്കുള്ള ബസ് ഉണ്ട് എന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ലുലു കളിക്കുന്നതിന് 2-3 പയ്യന്മാരെ കണ്ട്. അവിടെ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ സ്ഥലത്ത് നെടുമങ്ങാടിൻ്റെ അവിടെ നിന്നും ISR റോഡിൻ്റെ അവിടെ നിന്നും ഇവിടെ വീൽ ചെയർ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ കുട്ടികളുടെ സംഭവങ്ങൾ ഇഷ്ടംപോലെ, ബേബി ടേക്കർ സംഭവങ്ങളൊക്കെ. ഇതൊക്കെ കൊച്ചിയിലെ കൈസ് ഇവിടെ അതൊക്കെ ഉണ്ട്. മാളൊക്കെ അത്യാവശ്യം വലുതാണ് ഇവിടുത്തെ മാള്. നമ്മുടെ തിരുവനന്തപുരം പോലെ അല്ല, കൊച്ചി പോലെയല്ല, കൊച്ചിനെ വെച്ചിട്ട് വലുതാണ്. ഭയങ്കര ഓപ്പൺ ഫ്രണ്ടാണ് ഇവിടുത്തെ മാളുള്ളത്. ഇത്രയും വലിയ മാളാണ് ഇവിടുത്തെ മാള്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളാണ് ഇവിടുത്തെ സ്റ്റാഫ്സ് ഒക്കെ പറഞ്ഞത് നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മളിവിടെ 2-3 സ്റ്റാഫിനൊക്കെ പരിചയപ്പെട്ടു. അവരൊക്കെ
ഇവിടെ നമ്മുടെ നെടുമങ്ങാട് ഈ ഭാഗത്തുള്ള ഫ്രണ്ട്സ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ബസ് ഉണ്ടെന്ന് പറഞ്ഞ്. ഇവിടെ നമുക്ക് എന്താ ഒരു കുറവെന്ന് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ കൊച്ചി ലുലുവിലാണെങ്കിൽ ഫാർമസി ഉണ്ട്. നമ്മൾ ഇവിടെ ഫാർമസീൻ്റെ ഒരു കുറവുണ്ട്. കാരണം പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരിക അല്ലെങ്കിൽ മെഡിസിൻ തീർന്നു അവർക്കത് വാങ്ങണ ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ മെഡിസിൻ കിട്ടാനുള്ള സംവിധാനം ഇല്ല. പിന്നെ ഗെയിം സെക്ഷൻ പോരാ ഗൈസ്. ഗെയിം സെക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പകർന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഗെയിം വെള്ളം ചാടുന്നത് മ്യൂസിക്കിന്റെ ഇതാണ്. ആ ഗൈസ് ഇവിടെ നിന്ന് ഇപ്പോൾ സമയത്ത് ബസ് ഉണ്ടോന്ന് അറിയില്ല. പക്ഷേ തമ്മാനൂർ പോയി നമുക്ക് തമ്മാനൂർ ബസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് സ്റ്റാഫ്സ് ആയിട്ടുള്ള പിള്ളേരൊക്കെ. പക്ഷെ അവരൊക്കെ എങ്ങനെ പോകണമെന്ന് അറിയാൻ പാടില്ല. അവരൊക്കെ പോണ സമയം ഫ്രണ്ട്സൊക്കെ കൊണ്ടാക്കി പോകാതിരിക്കും, അറിയില്ല, നോക്കാൻ പറ്റും. ഗൈസ് നമ്മളങ്ങനെ തിരുവനന്തപുരത്തും ലുലു മാളിലോട് ഇവിടെ പറഞ്ഞത് പുറത്തിറങ്ങുകയാണ്. നമ്മളിവിടെ നിന്ന് ഓട്ടോ കയറി, ഓട്ടോറിക്ഷ ഊബർ വിളിച്ച് കയറാണ്. അതായത് നമ്മൾ ലുലു മാളിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പുറത്തിറങ്ങുകയാണ്. നമുക്കിവിടെ ലുലു മാളിൽ ഊബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരുടെ അടുത്ത് ഓട്ടോറിക്ഷ നമ്പർ പറഞ്ഞു കൊടുക്കണം. എന്നാലേ ഓട്ടോറിക്ഷനകത്തൂടുള്ളൂ, അല്ലെങ്കിൽ ഓട്ടോനകത്തൂടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ലുലു മാളിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഓട്ടോറിക്ഷ ഊബർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ മുകളിൽ തന്നെയുള്ള എക്സിറ്റിലുള്ള മുകളിലുള്ള സെക്യൂരിറ്റിക്കാരുടെ അടുത്ത് നമ്പർ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ ആ നമ്പറിലുള്ള വണ്ടി വിടും. ഇത് നമ്മൾ തിരുവനന്തപുരം ലുലു മാൾ വിട്ട് ഇറങ്ങി പുറത്തിറങ്ങി നമ്മളെനിക്ക് ഇവിടുന്ന് തമ്മാനൂർ റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ പോകണം. തമ്മാനൂർ ബസ് സ്റ്റാൻഡിൽ പോകണം. തമ്മാനൂരിൻ്റെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വേണം നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ബസ് അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും. നമുക്കത് അവിടെ പോയിട്ട് ബാക്കി ആൾ കാണാം. നമ്മുടെ ലുലു മാളാണ്. പുറത്തുനിന്ന് നോക്കുമ്പോഴൊക്കെ ഇത്രയും നീളത്തിനാണ് ലുലു ഉള്ളത്. പൈസയില്ല, നമ്മൾ പിച്ചക്കാരായതുകൊണ്ടും നമ്മൾ പുറത്തുനിന്ന് കാണുകയും കാഴ്ചക്കാരായ അവിടെ ലൈറ്റ്സ് കാണിച്ച് നമുക്ക് പിന്നെ ഫോണായതുകൊണ്ട് ലൈറ്റൊക്കെ ഇങ്ങനെ ബ്ലറായി കാണും. ഇതാ എൻ്റെ നമുക്ക് പമ്പിൽ നമ്മുടെ യൂസഫ് അലി ചോദിച്ചിട്ട് പമ്പുകളുടെ സ്ഥലം കൊടുത്തില്ല. യൂസഫ് അലി ഇതാണ് ആ സംഭവം. ഇതാണ് ആ ടൈറ്റാനിക് പരിപാടിയാണ് നടക്കുന്നത്. ടൈറ്റാനിക് കപ്പലിൽ കയറും പോലെ തന്നെയാണ് പറയുന്നത്. നമ്മളെന്തായാലും കേട്ടിട്ട് ഞങ്ങൾ കയറിയിട്ടില്ല. എന്തായാലും നമ്മൾ യാത്രയിലാണ്. ഇപ്പം നമ്മളൊരു കട കണ്ട് നമ്മളെ വീട്ടിലെ ഇലക്ട്രിക് ടോർച്ച് കൊണ്ടുകൊണ്ടിട്ടുണ്ട്. 5,000 ഇൻഡക്ഷൻ്റെ ടോർച്ച്. അത് ഈ അടുത്താണ് വാങ്ങിച്ചത്. ഞങ്ങൾ ഒരുപാട് കറങ്ങിയറിഞ്ഞിട്ടാണ് ആ സാധനം വാങ്ങിച്ചത്. അന്ന് നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തുള്ള ടീച്ചറിൻ്റെ വീട്ടിലെ പ്രകൃതി കറണ്ട് ഉപയോഗിച്ച് ടോർച്ച് ചാർജ് ചെയ്തിരുന്നത്. ആ ടോർച്ചിന് വെട്ടോ പിന്നെ വെളുതിരി വെട്ടോ കൊണ്ടൊക്കെ നമ്മൾ അന്ന് ജീവിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് കറണ്ട് കിട്ടിയ സന്തോഷമുണ്ട്. അധികമായിട്ടില്ല. 1 മാസത്തെ ബില്ല് വന്നിട്ട് അടുത്ത മാസത്തെ ബില്ലും പറയാം. അധികമൊന്നും വല്ല മാക്സിമം 100 രൂപ 150 രൂപ അത്രയൊക്കെ ഒരു ഉദ്ദേശിക്കുന്നു. എന്നാലും നോക്കാം. എത്ര നമുക്ക് കിട്ടുമെന്ന് അറിയില്ലല്ലോ. നമ്മളത് അങ്ങോട്ട് നമ്മളത് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ബസ് എപ്പോഴാണ് കാണാം. അതാണ് നമുക്ക് വേണ്ടത്. ആ ബസ്സിൻ്റെ എൻട്രി എത്തിയാൽ ബസ് സ്റ്റാൻഡിൽ അപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ബസ് തുടങ്ങിയൊക്കെ നമുക്ക് നോക്കാം. പോയിട്ട് തിരുവനന്തപുരം നൈറ്റ് കാണാൻ അടിപൊളിയാണ് ഗൈസ്. തിരുവനന്തപുരം കൊച്ചിയായാലും നൈറ്റ് കാണാൻ അടിപൊളിയൊക്കെ തന്നെയാണ് സംഭവം. നോക്കാം. നൈറ്റ് ആകുമ്പോൾ തിരക്കും വേറെ ഒച്ചപ്പാടും വേറെ ഉണ്ടാവില്ല. ഒരു ശാന്തശീലമായ റോഡായാലും ഫീൽ ചെയ്യും. അതാണ് രാത്രിയിലുള്ള തമ്മാനൂരുടെയും കൊച്ചിയിലെല്ലാത്തിനും പ്രത്യേകത. സിറ്റിയുടെ പ്രത്യേകത അതാണ് രാത്രിയിൽ എല്ലാവരും സിറ്റി കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊക്കെ സ്വിഗ്ഗിയോട്ട് രാത്രി കൂടെ നോക്കാം. പക്ഷേ വീട്ടിൽ നമുക്ക് സമ്മതിക്കാത്തതില്ല. മാക്സിമം രാത്രിയൊക്കെ നേരത്തെ വീട്ടിലെത്താൻ ശ്രമിക്കാറുള്ളത്. നമ്മൾ തമ്മാനൂരെത്തി നമുക്ക് ബസ് അന്വേഷിക്കാം. നമ്മൾ തിരുവനന്തപുരത്ത് കഴിച്ചിട്ട് അവിടെ ഐ ലവ് TV എന്നുള്ള ബോർഡൊക്കെ കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് തമ്മാനൂരെത്തി. നമുക്കിനി ഇവിടുന്ന് വെള്ളം വാങ്ങണം കഴിച്ച്. കുടിക്കാൻ വെള്ളം വേണം. നമ്മളെ വീട്ടിൽ വെള്ളം തീർന്നിട്ടുണ്ട്. നമ്മൾ മുകളിൽ ശ്രുതിയുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ വെള്ളം എടുക്കുന്നത് കുടിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ലേറ്റായി. രാത്രി സമയത്ത് ചെന്ന് കയറുന്നത് മോശമാണ്. അതുകൊണ്ട് നമ്മൾ
ഓരോ കുപ്പിയിൽ വെള്ളം വാങ്ങിട്ട് പോകാമെന്ന് വെച്ച് ഒരു 2 ലിറ്റർ വെള്ളം വാങ്ങിച്ച് നമുക്ക് നാളെ രാത്രി വരെ ഉപയോഗിക്കാൻ വെള്ളവും. ഞാനവിടെ നിൽക്കണം. ശ്രുതി പോകുന്നുണ്ട്. ശ്രുതി പോയി വെള്ളം വാങ്ങിട്ടോട്ട് നോക്കണേ. 2 ലിറ്റർ വെള്ളം കിട്ടുമ്പോൾ 1 ലിറ്ററിന് 1 ലിറ്റർ വാങ്ങണം. 2 ലിറ്ററിൻ്റെ വെള്ളമില്ല കൈസ്. അപ്പോൾ 1 ലിറ്ററിന് 2 കുപ്പി വാങ്ങാൻ പറഞ്ഞു. കാരണം വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് അതായത് വെള്ളമില്ലാതെ പറ്റില്ല. നമ്മളവിടെ വീട്ടിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കങ്ങനെ വെള്ളം വാങ്ങണം. നമുക്ക് വെള്ളം എടുക്കട്ടെ. ഒരു കുപ്പി തണുത്തുനിന്ന് ഒരു തണുക്കാത്ത കൊടുക്കാൻ വെച്ച് ശ്രുതിക്ക് തീരെ തൊണ്ടയ്ക്ക് വേദന തീരെ വയ്യ. അവിടെ തണുക്കാത്തത് കുടിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി തണുക്കാത്തത് വാങ്ങുന്നത്. നിഷു ബാങ്കിൽ പോയിക്കാണ്. ശ്രുതി ബാങ്കിൽ പോയിട്ട് അയാളുടെ ATM പോയിക്കാണ്. അക്കൗണ്ടിന് 162 രൂപ ഉള്ളൂ. 100 രൂപയുടെ അക്കൗണ്ട് വലിച്ചാൽ കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അത് അതിലും വലിയ പ്രശ്നമാണ്. കിട്ടിയാ 100 രൂപ കാണി പൈസ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ കയ്യിൽ കാശില്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഈ പൈസ കൊണ്ട് അവിടെ വീടെത്തുന്ന സംശയമാണ്. ഇവിടെ നിന്ന് 1080 രൂപ വേണം നമുക്ക് അവിടെ എത്താൻ. അവിടെ നിന്ന് തന്നെ പോകാനായിട്ട് വീണ്ടും കാശ് വേണം. തയ്ക്കും തോന്നുന്നില്ല. മിക്കവാറും പെട്ട അവസ്ഥയാണ്. എന്ത് ചെയ്യുന്നതിന് പിടിയില്ല. മിക്കവാറും വീട്ടിൽ പോയി നടക്കും തോന്നുന്നില്ല. ഇനി 94 കയ്യിലോട്ട് കൈസ്. അക്കൗണ്ട് 162 പക്ഷെ അത് ATM വലിക്കാൻ പറ്റില്ല. ആ മെയിൻ പ്രശ്നം. ഈ പൈസ കൊണ്ട് എങ്ങനെ വീട്ടിൽ പോകുന്ന പറയാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 350 രൂപയ്ക്ക് ഫുഡ് വാങ്ങിച്ച് വെറുതെ കയ്യിലൂടെ കാശൊക്കെ ചിലവാക്കി നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മളിന്ന് വീട്ടിലേക്ക് പോകുന്ന ബസ് ആശുപത്രിയില്ലാത്ത അവസ്ഥയിലായി നമ്മൾ പെട്ടെന്ന് ഉറപ്പായി. ചിലർ ഉറപ്പിക്കൊണ്ടിരിക്കാൻ എന്ത് ചെയ്യുന്ന അറിയില്ല. ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ എങ്ങനെയൊക്കെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി കിട്ടണം. ആദ്യം ബസ്സിനെ കിട്ടണം. ബസ് കിട്ടിയാലും ബസ്സിന് നമുക്ക് പോകാനുള്ള കാശ് വേണം. അതൊക്കെയാണ് മെയിൻ പ്രശ്നം. എല്ലാം കൂടെ പെട്ട അവസ്ഥയിൽ പോയി. എങ്ങനെയൊക്കെ വീട്ടിൽ പോകും. നമുക്ക് നെടുമങ്ങാടൊക്കെ വണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്. ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. തൃശ്ശൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. പക്ഷെ അത് ഇവിടെ ഏത് പ്ലാറ്റ്ഫോമിൽ പിടിക്കുന്ന ആൾക്കറിയാൻ പാടില്ല. അതാണ് മെയിൻ പ്രശ്നം. വരുന്ന വണ്ടി 11:30 ആണ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് ആ വണ്ടിക്ക് നമുക്ക് പോകേണ്ടത്. 11:30 വരുന്ന വണ്ടി. ആ വണ്ടി എപ്പോൾ എത്തും എന്നൊരു പിടിയില്ല. അതാണ് വേറൊരു പ്രശ്നം. പിന്നെ വന്നാലും ഏത് പ്ലാറ്റ്ഫോമിലാണ് പിടിക്കാമെന്നൊരു പിടിയില്ല. ഇവിടെ സാധാരണ പിടിക്കാറുള്ളത് 8, 9 അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 14ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ്. ഇവിടെ ഫുൾ നല്ല ക്രൗഡാണ്. നൈറ്റ് ഫുള്ളായിട്ട്. അത് വേറൊരു കാര്യം. ഇവിടെ നല്ല ക്രൗഡാണ്. ഏത് പ്ലാറ്റ്ഫോമിൽ 11:12 മണി. ആ 2 ബസ്സുണ്ടോ? ഗൈസ് 2 ബസ് വരാണ്ട്. പക്ഷെ 11:30, 12 മണിയാവും വരാനായിട്ട്. ലോങ്ങിൽ തന്നെ വണ്ടി എൻ്റെ ആർക്കും അറിയാൻ പാടില്ല. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വണ്ടിയിലേക്ക് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ്. വണ്ടി വന്നാൽ പെട്ടെന്ന് അറിയാൻ വേണ്ടി സാധനം ബാഗ് എടുത്ത് ഓടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ്. ബാഗിൽ എൻ്റെ അടുത്ത് ഇപ്പം എനിക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഞാൻ ഇരിക്കുകയാണ്. ശ്രുതി വണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ ഓടി ചാടി കയറേണ്ടതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞത് വീഡിയോ എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി ബസ് കിട്ടണം. ബസ് കിട്ടിയിട്ട് പറയാം ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് പോസ്റ്റിൽ ഓഫ് ചെയ്തിട്ട് ബാക്കി ബസ് കിട്ടിക്കഴിയുമ്പോൾ ബസ്സിൽ കയറിട്ട് ഞാൻ പറയാം ഗൈസ് കിട്ടിയോ ഇല്ലയോ എന്ന്. അതുപോലെ ഇവിടെ രാത്രി ഫുൾ ക്രൗഡാണ്. തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് രാത്രി ഫുൾ ക്രൗഡാണ്. എറണാകുളം ബസ് സ്റ്റാൻഡ് പോലെ ഇത്രയും ക്രൗഡ് ഉണ്ടാവും രാത്രി എനിക്കറിയില്ല. ഇവിടെ നിന്ന് ഒരുപാട് ബസ്സുകൾ രാത്രി ഉണ്ട്. ഇവിടെ നെടുമങ്ങാടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കയറാനുണ്ട്. അപ്പോൾ കുറേ ചേട്ടന്മാരിവിടെ ഉണ്ട്. നെടുമങ്ങാട് ഭാഗത്തേക്ക് പോകാനായിട്ട് ഇഷ്ടംപോലെ ചേട്ടന്മാർ നിൽപ്പുണ്ട്. അപ്പോൾ ബസ്സൊന്ന് ഓടിക്കയറി പോകണം. സീറ്റിൻ്റെയും കുഴപ്പമില്ല. കയറി പോയാൽ മതി. നമുക്ക് കയറി കിട്ടണം. നോക്കാം നമുക്കെന്തായാലും. ഗൈസ് ഞങ്ങളുടെ കാര്യം ഫുള്ള് കട്ടപ്പോക്കെയാണ്. ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. അതേ ശ്രുതി കൂടെ ഉണ്ട്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവിടെ പോയി ഇരുന്ന് ഉറങ്ങാമെന്ന് വെച്ച്. അതാകുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ആണെങ്കിൽ നമുക്ക് ബസ്സുണ്ട്. അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് പൈസ ചിലവാകും. നമ്മൾ അത്രയും പൈസ ചിലവാക്കാനില്ല. ഉണ്ടായിരുന്ന പൈസ ബർത്ത്ഡേ സെലിബ്രേഷനോട് ഫുഡ് അടിച്ച് കളഞ്ഞ്. ഇനി നമുക്ക് പൈസ ഇല്ല. ശ്രുതി പൈസ ഇല്ല അതിന്. ഒരു ഒന്നുമില്ല. മൂഞ്ചിരിക്കണമെന്നുള്ള വൈഫ് വേണത്. അവിടെ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ പോകണം. റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് ഇനി ഇരുന്നുറങ്ങാം. ഇരുന്നുറങ്ങിയിട്ട് നമുക്ക് നാളെ രാവിലെ വെളുപ്പിന് ഇവിടെ നിന്ന് ബസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ ബസ്സിന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് 7 മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങോട്ട് ഡയറക്റ്റ് ബസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ പോകാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലോഗ് എന്തായാലും നമ്മൾ രാവിലെ വീട്ടിൽ പോയിട്ട് വൈൻഡപ്പ് ചെയ്യുള്ളൂ. നമുക്ക് എന്തായാലും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പോയി ഇരുന്നുറങ്ങാം. അവിടെ പോകുമ്പോൾ കിറുക്കന്മാർ സമ്മതിക്കുമെന്ന് അറിയാൻ പാടില്ല. സാധാരണ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങുന്ന ആൾക്കാർ സമ്മതിക്കാറില്ല. പ്രശ്നമൊക്കെ ആവാറുണ്ട് സാധാരണ. അപ്പോൾ ഇന്ന് നമുക്കിനി പണി കിട്ടുമെന്ന് അറിയില്ല. പോയി നോക്കാം. റെയിൽവേ പോലീസ് നമുക്ക് പണി തരുമോ അല്ലെങ്കിൽ നമുക്ക്
സമാധാനമായിട്ട് പൈസ ചിലവധികം ഇല്ലാതെ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. പോയി ശ്രമിച്ച് നോക്കാം. എന്താണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അവസ്ഥ എന്ന് നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ നേരത്തെ ക്രൗഡുണ്ടാവും ഓൾറെഡി ഇന്ത്യക്ക്. അവിടെ ഓൾറെഡി നല്ല ക്രൗഡുണ്ടാവും, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്റ്റേഷനിൽ. നമുക്ക് പോയി നോക്കാം, നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്നൊക്കെ. പറ്റിയാൽ മതിയായിരുന്നു. എന്നാലും ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു ദുരന്താവസ്ഥയായി പോയ അവസ്ഥയായി. കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോരോ അനുഭവങ്ങളാണല്ലോ ഇങ്ങനെയൊക്കെ ഇതാകുന്നത്. ഇതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പ്രാവശ്യം. കൊച്ചിയിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്തായാലും ഇവിടെ ഇവിടെ എന്നെ കാണേണ്ടി ഇറങ്ങാത്ത സമയത്തൊക്കെ ആയാലും നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഇതതുപോലെ കൂട്ടിയാൽ മതി. അങ്ങനെ ട്രെയിൻ നമ്മൾ പോവാം. നമ്മളിവിടെ എത്തി നമുക്കിനി പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് പോയി കിടന്നുറങ്ങാം. ആകുമ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങി എവിടെയും സീറ്റിൽ നിന്ന് ഉറങ്ങിയിട്ട് നമുക്ക് ഫാനും കൊണ്ട് കാറ്റ് കൊണ്ടിരുന്ന് ഉറങ്ങാം. എന്നിട്ട് നമുക്ക് തിരിച്ച് രാവിലെ ഇവിടെ നിന്ന് ബസ്സിൽ പോകാം. നോക്കാം ട്രെയിൻ ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഇവിടെ കിടക്കാൻ പറ്റുമോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മുടെ അവസ്ഥ ഉണ്ടല്ലേ, പിള്ളേരെ വെച്ച് ഇവരൊക്കെ ഇങ്ങനെ കിടക്കുന്നു. ഇവർക്കൊക്കെ ഇതിനും ഭേദം മക്കളില്ലാതെ ജീവിച്ചാൽ പോലെയാണ്. ആ പാവം പിടിച്ച പിള്ളേരെയും കൂടി ഇങ്ങനെ കിടത്തുന്ന അവസ്ഥ വരുത്താതെ അവർക്ക് ജീവിച്ചുകൂടെന്നാണ് ഞാൻ ആലോചിക്കണത്. ഭിക്ഷക്കാരൊക്കെ ഐക്യം ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫ് ഇപ്പോഴും കൊച്ചുങ്ങളൊന്നും വേണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം ഞങ്ങളൊന്ന് ലൈഫിൽ സെറ്റിൽ ആവട്ടെ, അല്ലെങ്കിൽ നാളെ നമ്മുടെ കൊച്ചിനെ വെച്ചിട്ട് പോലെ കിടക്കേണ്ട അവസ്ഥ വരാൻ പാടില്ലെന്ന് വെച്ചിട്ടാണ് നമ്മൾ വൈഫ് കൊച്ചൊന്നും വേണമെന്നുള്ള പ്ലാൻ തിങ്കണത്. കാരണം ഇതുപോലെ എല്ലാവർക്കും നിന്ന പ്രശ്നങ്ങൾ തിരുവില്ലേ. ഈ പാവം പിടിച്ച പിള്ളേരെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടോ ശരിക്കും? ഇങ്ങനെ കൊച്ചു കിടത്തേണ്ട ഒരവസ്ഥ. നമുക്ക് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനെത്തി. ഇനിയിപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് വെയിറ്റിംഗ് റൂമിൽ പോയി ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും വെയിറ്റ് ചെയ്യാൻ എനിക്ക് വാഷ്റൂമിൽ പോകണം. ഭയങ്കരമായിട്ട് മൂത്രമൊക്കെ മുട്ടുണ്ട്, വാഷ്റൂമിൽ പോകണം. ശ്രുതിയുടെ കൊണ്ട് നടക്കുന്നുണ്ട്, നമുക്കത് നോക്കാം. വാഷ്റൂമിൽ പോണിട്ട് വരുന്ന സമയം കൊണ്ട് എൻ്റെ വൈഫ് ഇരിക്കാനും കിടക്കാനായിട്ട് സ്ഥലം കണ്ടുപിടിച്ച് ഗൈസ്. ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള റെയിൽവേ സ്റ്റേഷനിലുള്ള എസ്കലേറ്ററിൻ്റെ അടിയിലുള്ള സ്ഥലമാണ്. ഇവിടെ ഓൾറെഡി കുറച്ച് ആളുകൾ കിടക്കുന്നൊക്കെ ഉണ്ട്. ഫാൻ കാറ്റില്ല എന്നുള്ളൂ, പക്ഷേ ഇവിടെ സൗകര്യം പോലെ കിടക്കാൻ പറ്റും. കാല് നിവർത്തി നീണ്ടു നിവർന്ന് കിടക്കാനുള്ള സൗകര്യമുണ്ട് തിണ്ടിൽ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കാമെന്ന് വെച്ച്. ഇതാകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നാൽ ചെറുതായിട്ടൊന്ന് മയങ്ങുകയും ചെയ്യാമല്ലോ. വൈഫ് വാഷ്റൂം പോയി അവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ആയിരിക്കുന്ന ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യണത്. പോലീസ് അടിച്ചിറക്കാൻ പിന്നെ വേറെ പോയി സ്പെൻഡ് ചെയ്യാം. പോലീസ് അടിച്ചിറക്കുന്നവർക്ക് ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാം. ഇത്ര സെലിബ്രേഷൻ ഒരു ദുരന്തമായത് ഇപ്പോഴാണ് ശരിക്കും വന്നാൽ. നമ്മൾ ഒരു സംഭവം ഇല്ലെങ്കിൽ ഒന്ന് ആഘോഷിക്കാനോ ട്രൈ ചെയ്യാനോ ശ്രമിക്കാൻ പാടുന്ന സംഭവം സത്യമാണ്. കയ്യിൽ കാശില്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ഇല്ലാത്ത കാശ് കഷ്ടപ്പെട്ട് കടം 1,500 രൂപ വാങ്ങിച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻ പോകാനായിട്ട് ഫുഡൊക്കെ അടിച്ച് തിരിച്ചു പോകാൻ ബസ്സിലാത്ത അവസ്ഥ വന്നിപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ വന്നിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് നമ്മൾ വെയിറ്റിംഗ് ആണ്. കാരണം ബസ് കാശ് മാത്രമേ കയ്യിലുള്ളൂ, ഓട്ടോറിക്ഷ കൊടുക്കുന്ന കാശില്ല. അതുകൊണ്ട് നമുക്ക് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. കുഴപ്പമില്ല, നമ്മുടെ ഗതികേട് ഇന്ന് ഇതാണ്. നമുക്ക് കയ്യിൽ കാശില്ലാത്ത നമ്മുടെ അവസ്ഥ കൊണ്ട് നമ്മുടെ ഇരിക്കേണ്ടത്. കുഴപ്പമില്ലെങ്കിൽ നമ്മൾ നാളെ രാവിലെ ബസ്സിൽ സുഖമായിട്ട് പോകുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവസ്ഥ. ശ്രദ്ധിക്കാൻ ഇങ്ങനത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ലൈഫിൽ ആരും മറക്കൂല ഗൈസ്. അതാണ് എൻ്റെ അവസ്ഥ. കുഴപ്പമില്ല, ഇതിനും വലുതായിട്ടൊക്കെ കഷ്ടപ്പെട്ട് കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു പുത്തിരിയൊന്നും അല്ലാതെ അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിടക്കാം, ഇവിടെ റെസ്റ്റ് ചെയ്യാം. ഇന്നത്തെ ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാം. അതാണ് നമ്മുടെ ആവശ്യം. നോക്കാം. ശ്രുതി റെസ്റ്റ് കിടക്കാൻ പോളേ അതല്ലേ? ആ ഓക്കെ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണത്. ഇപ്പോൾ ഇത് ചേച്ചി ഇവിടെ നിന്ന് എണീറ്റ് പോകാൻ സമയമായെന്ന് തോന്നുന്നു. പുള്ളിക്കരുത്തി പോവാണെങ്കിൽ ഇവിടെ കിടക്കാമെന്ന വൈഫാണ്. അപ്പുറത്ത് ഇപ്പുറത്തോട്ട് രണ്ടാൾക്കും കിടക്കാമെന്ന് പറയുന്നു. ഒന്ന് നോക്കാം. ആ ചേച്ചി ഇപ്പോൾ പോകുമെന്ന് തോന്നുന്നു. ആ ചേച്ചിയുടെ ഹസ്ബൻഡും കൊച്ചും വന്നും വിളിച്ചിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ പോയിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിടക്കാം തോന്നുന്നു. ഇവിടെ നമുക്ക് കിടക്കാം. അപ്പുറത്ത് ഇപ്പുറത്തോട്ട് വൈഫിന് എനിക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ബെസ്റ്റത്. ഇത് വീശാനായിട്ട് ഭാര്യ ഒരു പേപ്പറൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഇത് വീശി കിടക്കാനെന്ന് പറഞ്ഞേക്കണേ. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഇത് വീശി കിടക്കാം. അവിടെ ഇന്നത്തെ വീശറും പേപ്പറും വിഷറി ഇതാണ്. വിഷറിയും വീശി നമുക്കിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ കിടക്കാം. ഇവിടുത്തെ റെയിൽവേ പോലീസ് പിടിച്ചിതാക്കുന്നവർക്ക് കിടക്കാം. പിടിച്ചു കഴിഞ്ഞാൽ പെട്ട അവസ്ഥയാവും. ആ ചേച്ചി സാധനമൊക്കെ എടുത്തിറങ്ങി. നമുക്കിനി ഇവിടെ കിടക്കാം. നോക്കാം എന്താണ് അവസ്ഥ, നമുക്കറിയില്ല. എൻ്റെ ചെരുപ്പൊക്കെ മടക്കി എനിക്ക് വൈഫ് തലാനുണ്ടാക്കി തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തലച്ച് കിടക്കാൻ പോണ്. വൈഫ് ഇപ്പുറത്ത് അവളുടെ ചെരുപ്പ് വെച്ച് പേപ്പറൊക്കെ വെച്ച് തലാനുണ്ടാക്കിയിട്ടുണ്ട്. ഇതേ ഗൈസ് വൈഫ് കിടന്ന്, വൈഫ് ഇത് അപ്പുറത്ത് കിടന്നിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്ത് തലയും വെച്ച് ഞാനിപ്പുറത്ത് കിടക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം.
ഏതോ ട്രെയിൻ പോകുന്നത് കേരള എക്സ്പ്രസ്, ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ആണ്. നമ്മൾ നല്ല ഇവിടെ സെറ്റിലായി. ഇവിടെ കിടക്കാമെന്ന് രാത്രിയൊന്നും പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ, ഭയങ്കര ചൂടാണെങ്കിലും കുഴപ്പമില്ല. മാക്സിമം ഒരു വെളുപ്പിന് ഒരു 4 മണി കിടന്നാൽ മതി. നമുക്ക് കഴിച്ച് നമുക്ക് ബസ് ഉണ്ടാവും, അപ്പോൾ ആ സ്ഥലത്ത് പോവാം. അതിലേക്ക് ഇവിടെ കിടക്കാമെന്ന് വിചാരിക്കുന്നു. ചൂടുണ്ടെങ്കിലും വീശി കിടക്കാം, അല്ലാതെ വേറെ വഴിയില്ല. ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു ദുരന്തമായത് ഇങ്ങനെയൊക്കെയാണ്. എങ്കിലും കുഴപ്പമില്ല. ഇല്ലായ്മയിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. നമ്മൾ ഇല്ലെങ്കിൽ ഉള്ളതുണ്ടാക്കി ഓണം പോലെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്. അത് മതി. അപ്പോൾ നമുക്ക് നാളെ രാവിലെ വീട്ടിൽ പോയിട്ട് വീട്ടിലെത്തിക്കുമ്പോൾ അതിൻ്റെ വീട്ടിലെപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏതായാലും ഉറങ്ങാം ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം 1 മണി 1:30 ഗൈസ്. എനിക്ക് നല്ല വയറുവേദനയുണ്ട്. ഫുഡ് പണിയൊന്നും നമ്മൾ സമയം പാടില്ല. നമ്മളിപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ ഇപ്പോൾ കിടന്നു വാങ്ങിക്കൊണ്ടപ്പോൾ പോലീസിന് വിളിച്ചു നോക്കി. നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്തെന്ന് പറഞ്ഞ് ഇത് കുഴപ്പമില്ലാണ്ട് പോയി. ഇവിടെ നിന്ന് മാറിയിരിക്കാൻ കാരണം ഇവിടെ ക്യാമറ ഇല്ലാത്ത ഏരിയ എന്ന് പറഞ്ഞ് പോലീസ് സാധനങ്ങളൊക്കെ കെട്ടുകൊണ്ട് ആൾക്കാർ പ്രശ്നമാകും. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞ് ഞാൻ തീരെങ്കിൽ ബർത്ത്ഡേ സ്റ്റേഷൻ ദുരന്ത സെലിബ്രേഷൻ ആയി അവസ്ഥയായി പോയി. തീരെ ഭയങ്കര പറ്റുന്നില്ല, ഭയങ്കര നാട്ടിൽ കളഞ്ഞു കഴിക്കല്. അപ്പോൾ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി നോക്കാം അല്ലേ. ഇപ്പോൾ വയറിനെ കുറച്ച് കുറഞ്ഞ് വാഷ്റൂമിലൊക്കെ പോയപ്പോൾ ഇച്ചിരി സമാധാനമുണ്ട്. ഇതേ ശ്രുതിയുടെ കിടപ്പാണ്. ഫോണിലൊന്ന് തോണ്ടിക്കൊണ്ടിരിക്കാൻ ചാർജ് വെക്കുക. ഫോൺ ചാർജ് ചെയ്താൽ പണി വാളും. ഇവിടെ നിന്ന് പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇത് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല. അവൾ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം കൂടി ഇവിടെ കിടന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമുക്ക് എണീറ്റ് പോയിട്ട് റെസ്റ്റ് റൂമിൽ പോയിരിക്കാന്ന് വെച്ചു. കാരണം ഒരുപാട് നേരം ഇവിടെ തന്നെ കിടന്നാൽ അവർക്ക് പോലീസുകാർക്ക് സംശയമാവും. പിന്നെ അത് പ്രശ്നമാവേണ്ട വെച്ച് നമുക്ക് കുറച്ചുകൂടി കിടക്കാമെന്ന് വെച്ച് നമുക്ക് എന്തായാലും ബസ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്തായാലും എളുപ്പമൊരു എത്ര മണിക്ക് ബസ് 4 മണിക്കാ 5 മണിക്കാ 4 മണിക്ക് 5 മണിക്കെന്നോളം ബസ്. അപ്പോൾ ആ സമയത്ത് പോയാൽ അപ്പോൾ അതുവരെക്കെങ്കിലും ഇതെങ്ങനെയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചു പോകണം. നോക്കട്ടെ, അത് ഒറ്റയ്ക്ക് കുറച്ചും കൂടി റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അവിടെ പോയിട്ട് നമ്മുടെ ഇവിടെ പോയിരിക്കാം, റെസ്റ്റ് ഏരിയ പോയിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഞങ്ങളെ ഓട്ടത്തിൽ ഞങ്ങളിവിടെ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാവരും പോലീസിൽ അടിച്ചു ഓടിച്ചു ഗൈസ്. ഇവിടെ വേറെ ആൾക്കാരൊന്നുമില്ല, ഒരൊറ്റ മനുഷ്യർ വേറെ ഇല്ല. എനിക്ക് വയ്യാന്ന് ഇവിടെ പറഞ്ഞിട്ട് അവർ വിട്ടിട്ട് പോയതാണ്. എനിക്ക് തീരെ വയ്യ, പിന്നെ ഫിക്സൊക്കെ വരുന്നതുകൊണ്ട് പണിയിട്ട് പേടിച്ചിട്ട് ഇവിടെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് എന്നാൽ കുഴപ്പമില്ലാണ്ട് അവർ പോവുകയും ചെയ്തൊന്നും മിണ്ടിയില്ല. നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് പോകുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. കാരണം ഒരു പരിധിക്കുള്ള അവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഓൾറെഡി 2 പ്രാവശ്യം പോലീസ് ഒന്ന് ചോദിച്ചു, നിങ്ങൾ പോകുന്നത് നിങ്ങളെ വണ്ടിയിൽ കിടക്കുന്നത് പോകുന്നതിനെ ചോദിച്ചു. ഞങ്ങൾ എറണാകുളം പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞപ്പോൾ ആ വണ്ടിയിൽ നിങ്ങൾ പോകുന്ന വണ്ടിയിൽ കിടക്കുന്നത് എന്തോ കയറാത്തതുകൊണ്ട് ചോദിച്ചു വിളിച്ചു നിർത്തിച്ചു. അപ്പോൾ ഇനി അവിടെ ഇരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിൻ്റെ ടൈം നോക്കാം. അതായത് തേങ്ങാശ്ശേരി ഫ്രണ്ട് നടപ്പുണ്ട്. നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇനി ബസ്സിൻ്റെ ടൈം എപ്പോഴും അന്വേഷിക്കണം. ബസ് കയറാണ്ട് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാം. അത് നടക്കുള്ളൂ. ഇനിയിപ്പോൾ അതേ ഓപ്ഷനുള്ളൂ അല്ലേ. ഇനിയിപ്പോൾ ആ ഒറ്റ ഓപ്ഷനുള്ളൂ, ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാം. ബസ് സ്റ്റാൻഡിൽ എന്തായാലും ഫ്രീ ആണോ ലേഡീസിന്? എന്താണ് ലേഡീസിനാ? അപ്പോൾ കാശ് കൊടുക്കണ്ടേ? ഒരു സമയം കഴിഞ്ഞാൽ കേട്ടത്തില്ലേ? അവിടെ ഒരു സമയം കഴിഞ്ഞാൽ കേട്ടത്തില്ലെന്ന് പറഞ്ഞത് കൂടെ ഇവിടെ നിന്നിട്ട് ലേഡീസിനോട് ഫ്രീ ആയിട്ട് റൂമുണ്ട്. പക്ഷെ എനിക്കില്ല, കയ്യിൽ കാശില്ല. അതുകൊണ്ടാണ് ഇവിടെ കിടക്കാത്തത്. ഇവിടെ കയറി കിടന്നാണേ ഒറ്റയ്ക്കാണ് ഇവിടെ കയറിയിട്ട് കിടന്നു തുടങ്ങിയാൽ ഞാൻ മാത്രം ഇവിടെ പുറത്തായതിനെ. അപ്പോൾ അത് വേണ്ട വെച്ചിട്ടാണ് അവിടെ കയറി കിടക്കാതെ അവിടെ ഇതാക്കിയത്. നമ്മൾ റേഡിയോസിൽ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിൽ ഓരോരുത്തർ അവിടെ ഇവിടെ ആയിട്ട് കിടന്ന് നോക്കുന്നുണ്ട്. നമുക്കെന്തായാലും ബസ് എൻക്വയറി പോയിട്ട് നെടുമങ്ങാട് ബസ്സിൻ്റെ ടൈം എൻക്വയറി ചെയ്യാം. ഇവിടെയൊക്കെ ഓരോ പാമ്പുകളൊക്കെ നോക്കുന്നുണ്ട്. റിക്ഷ എടുക്കുന്ന കാശ് പോയി അടിച്ച് കിറങ്ങി തുടങ്ങുന്നത്. അതിൻ്റെ അടുത്ത് കൂടി നടക്കുമ്പോൾ തന്നെ മദ്യത്തിൻ്റെ സ്മെല്ല് കുത്തി മൂക്കിലേക്ക് അടിക്കുന്നുണ്ട് നമുക്ക്. നമ്മളത് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബസ്സിൻ്റെ ടൈം അന്വേഷിക്കണം. ബസ് എപ്പോഴാണ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നെടുമങ്ങാട് ബസ് 7 മണിക്കൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിയാൽ അവിടെ നിന്ന് 7 മണിക്ക് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് ബസ്സുണ്ടെന്നാണ് വൈഫ് പറഞ്ഞത്. നമ്മളോട് നെടുമങ്ങാട് പോകണമെന്ന് പറഞ്ഞാൽ പലരും ഇത് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ആരും എവിടെയും പോയിട്ടില്ല. ആ ചേട്ടന്മാരൊക്കെ നെടുമങ്ങാട് പോകണമെന്ന് അന്വേഷിച്ച ചേട്ടന്മാരാണ് നിൽക്കണതൊക്കെ നിൽക്കണതൊക്കെ. അവരാരും പോയിട്ടില്ല, എല്ലാവരും നിൽപ്പാണ്. മെയിനായിട്ട് പ്രശ്നം ബസ് വന്നിട്ട് ആ പ്രശ്നം. ഇഷ്ടംപോലെ ആളുകളോട് കിടക്കുന്നുണ്ട്. കുറേ പേര് നെടുമങ്ങാട് ആൾക്കാരുണ്ട് നമ്മുടെ വഴി റൂട്ടിലൊക്കെ. അവർക്കൊന്നും ബസ് ഇടാത്തതിൻ്റെ വരെ ഇവിടെ നിരത്തിറക്കുന്നതൊക്കെ വിഷയക്കാരാന്ന് തോന്നി, എനിക്കറിയില്ല. പക്ഷെ അന്ന ചേട്ടന്മാരൊക്കെ
നമ്മളപ്പോൾ നെടുമങ്ങാടേക്ക് പോകുന്ന ആൾക്കാരായിരുന്നു. നമുക്ക് കസേര ഇരിക്കാം. പിന്നെ ഇവിടെ കുറേ ആളുകൾ ബസ്സിന് വരാത്തൊരു ബസ് ഉള്ള സ്റ്റെപ്പിലേക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്താണ് ഇവിടെ ബസ് സ്റ്റാൻഡിലുള്ള ആളുകൾ സ്റ്റെയർ കേസ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ബസ്സില്ലാത്തതാണെന്ന് തോന്നുന്നു. നമ്മളെ ബസ്സില്ല. നമുക്ക് അതിനോട് വെയിറ്റ് ചെയ്യാം. ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും നമ്മുടെ റൂട്ടിലേക്കുള്ള ആൾക്കാരാണ്. നെടുമങ്ങാട്, പാലോട്, തെങ്കാശി, പാലോട്, ആര്യനാട് വഴിയെന്തോ ആര്യങ്കാവ് വഴി തെങ്കാശിക്ക് പോകുന്ന ആളാണെന്ന് തോന്നുന്നു. ആര്യങ്കാവ് വഴി തെങ്കാശിക്ക് പോകുന്ന വണ്ടിക്ക് വേണ്ടി കയറാൻ നിൽക്കുന്ന ആളാണ്. ഇതെല്ലാവരും നമ്മുടെ ഭാഗത്ത് നെടുമങ്ങാട് ഭാഗത്തേക്കുള്ള ആളാണ്. നമ്മളത്രയും തിരക്ക് ഒരു പിടിയില്ല. ശ്രുതി ഓടിയിട്ടുണ്ട്. സീറ്റ് റിസർവേഷനുള്ള ബസ്സാണ്. അപ്പോൾ സീറ്റ് ഇടാൻ ചാൻസ് അവിടെ കുറവാണെന്ന് തോന്നുന്നു. അവിടെ നല്ല ഓടിയിട്ടുണ്ട്. നമുക്ക് ബസ്സിൻ്റെ സീറ്റ് റിസർവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ നെടുമങ്ങാട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ സമയം 4:40 വണ്ടി ഉള്ളത്. ഇവിടെ നിന്ന് എടുത്ത് നമ്മളെത്തുമ്പോൾ 6 മണിയൊക്കെ അടുത്താവും. പിന്നെ അവിടെ നിന്ന് 6 മണി 6:30 ആകുമ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് ബസ്സുണ്ടെന്ന് അവിടെ പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് ആ ബസ്സിൽ സുഖമായിട്ട് വീട്ടിൽ ചെന്ന് ഇറങ്ങുകയും ചെയ്യാം. അധികം കാശ് ചിലവില്ലാതെ വീട്ടിലെത്തുകയും ചെയ്യാം. ചിലവാക്കാൻ കാശുമില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് ബസ്സിന് തന്നെ ആശ്രയം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്ര ആൾക്കാരുണ്ടായിട്ട് ഇവർക്ക് ഈ ഭാഗത്തേക്കുള്ള ബസ് രാത്രിയിലൊന്നും വിട്ടുവിടുന്ന ആലോചിക്കണം. കാരണം ഞങ്ങൾ രാത്രി 10 മണിക്ക് ശേഷം മുതലോട് ലോക്കായി നിൽക്കുകയാണ്. വണ്ടിക്ക് സീറ്റ് റിസർവേഷൻ ചെയ്യണം. അവിടെ പോയിട്ട് നമ്മൾ 20 കൊടുത്ത് 2 സീറ്റ് റിസർവേഷന് മാത്രം ടോക്കൺ എടുത്ത് പിന്നെ ഈ ബസ്സിനകത്ത് കയറിയ ശേഷം കണ്ടക്ടർ വരുമ്പോൾ ആ ടിക്കറ്റ് കൊടുത്തിട്ട് ബാക്കി പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. അങ്ങനെയാണ് ഒരുപാട് പേര് ആൾക്കാരുള്ളതിൻ്റെ എല്ലാവർക്കും നമ്മൾ സീറ്റ് റിസർവേഷൻ ഇട്ടെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും കൂടി ഇടിച്ചുപത്തി കയറി അടി ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടായി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടത്. 20 പോയാലും കുഴപ്പമില്ല, നമുക്ക് 2 സീറ്റ് റിസർവേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ശ്രുതിയുടെ നിൽപ്പുണ്ട്, വണ്ടി തോന്നിട്ടില്ല. ബോർഡ് വെച്ചിട്ട് വേണം നമ്മൾ ഏത് വണ്ടി നടന്നിട്ടുണ്ടോ നമുക്ക് അതിൽ കയറാനായിട്ട്. അത് നമ്മൾ പെട്ട അവസ്ഥയിൽ ഇപ്പോൾ നോക്കിയിട്ട് കയറണം. നമുക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് 52, 53 ഇതായിരുന്നു ബസ്. നേരത്തെ വന്നിരുന്ന ബസ്സാണ്. ഈ ബസ് തന്നെയാണ് ബസ് പോകുന്നത്. ചുമമാർ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സുഖമായിട്ട് സീറ്റ് പിടിക്കായിരുന്നു. കുഴപ്പമില്ല, ആൾക്കാരും പതുക്കെ കയറണം. നല്ല തിരക്കുണ്ട്. കുത്തി നിരങ്ങി കയറണം. ഗൈസ് വണ്ടി ഫുള്ളാണ്. നമ്മൾ കുത്തി നിരങ്ങി കയറി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ കമ്മീഷൻ കൊടുത്ത് സീറ്റ് പിടിച്ച് 20 രൂപ കമ്മീഷൻ കൈക്കൂലി കൊടുത്ത് നമ്മൾ സീറ്റ് പിടിച്ച അവസ്ഥയാണ്. കുഴപ്പമില്ലെങ്കിലും നമുക്കിനിയിപ്പോൾ ഈ വണ്ടി ഇപ്പം തന്നെ എടുക്കുന്നൊന്നും ഫുള്ളായിട്ടുണ്ട്. നല്ല കുത്തി നിരങ്ങി ഫുള്ളായിട്ടുണ്ട്. ഇവന്മാർക്ക് രാത്രി ശരിക്കും ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ 11 മണിയാകുമ്പോൾ ഒരു ബസ് ഇട്ടാൽ മതിയായിരുന്നു. ഒരു 3/4 ഭാഗം ആൾക്കാരും പോയാൽ കാണുന്നത്. രാത്രി 10 മണിയോട് ഇഷ്ടംപോലെ ആൾക്കാരുടെ വെയിറ്റിംഗ് ആണ് നമ്മളാ ഭാഗത്തേക്ക് പോകാനായിട്ട്. പക്ഷേ ആ സമയത്തൊന്നും ബസ് ഇട്ടില്ല. തെണ്ടിത്തരം കാണിച്ച് പണി കിട്ടി. കുഴപ്പമില്ല, നമുക്കെന്തായാലും സമയമായിട്ടില്ല. നമുക്കെന്തായാലും അടുത്ത ബസ്സുണ്ട്. ഇപ്പോൾ നമുക്ക് ബസ്സിൽ പോകാം. ഫൈനലി ഗൈസ് വണ്ടി സ്റ്റാർട്ടാക്കി. നല്ല ക്രൗഡ് നമ്മൾ നോക്കുക ഗൈസ്, നല്ല ക്രൗഡുണ്ട്. ശരിക്കും KSRTC റെക്കോർഡ് വരുമാനം എന്നൊക്കെ കൊണ്ട് ന്യൂസൊക്കെ വായിച്ചായിരുന്നു. എന്നിട്ട് എച്ചിത്തരം കാണിക്കുന്നത് എന്തിനാണ്? റെക്കോർഡ് വരുമാനമുള്ളവന്മാർക്ക് മര്യാദയ്ക്ക് ഇല്ലാത്ത ബസ്സില്ലാത്ത ഏരിയയിലേക്ക് മെയിൻ സ്റ്റേഷനിലേക്കെങ്കിലും ബസ് നമുക്ക് രാത്രിയിലേക്ക് ഇട്ടൂടെ? ശരിക്കും 10 മണി കഴിഞ്ഞപ്പോൾ 10 മണി ആകുമ്പോഴേക്കും കൂടെ എത്തി. ആകുമ്പോഴേക്കും വണ്ടി പോയി. പിന്നെ വണ്ടിയില്ലാന്ന് പറഞ്ഞ് പെട്ട അവസ്ഥയായി പോയി. ഒരു 11:30ക്കും 12:00ക്കും അങ്ങനെ 1-2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഓരോ വണ്ടി വെച്ചിട്ടിരുന്നെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യന്മാരൊക്കെ ഈ രാത്രി ഫുള്ളായിട്ട് ഇവിടെ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നത് ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. ഇത്ര ആൾക്കാർ കയറുന്ന ബസ്സിൽ 2 ബസ്സിൽ കയറാനുള്ള ആളുണ്ട്. എന്നിട്ട് അവസാനം അപ്പുറത്തെ ബസ് വീണ്ടും വേറൊരു ബസ് സ്റ്റാർട്ടാക്കി കുറേ ആൾക്കാർ അപ്പുറത്തെ ബസ്സിലും കയറ്റി. അപ്പോൾ 2 ബസ്സിന് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ബസ്സെങ്കിലും ഒരു ബസ് ഇവർക്ക് എന്നിട്ടും 2 ബസ്സിന് പോകുന്ന ആൾക്കാരുണ്ട്. 2 ബസ് ആക്കിയിട്ടും ഇത്ര ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് മര്യാദയ്ക്ക് ഒരു ബസ്സും കൂടി നേരത്തെ എങ്ങാനും ഇട്ട് പോയിരുന്നെങ്കിൽ കുറേ ആളുകൾ കയറി പോയേനെ. ഈ രാത്രി ഫുള്ളും മനുഷ്യന്മാർ കൊതുകടിയും കൊണ്ട് ഇവിടെ കണ്ട് ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. ഇതൊക്കെയാണ് മാറേണ്ടതെന്ന് പറഞ്ഞത്. പണ്ട് കാര്യമില്ല, അതൊന്നും മാറില്ല. നമ്മളെന്നാൽ ഇനി അടുത്ത് നമുക്ക് നെടുമങ്ങാട് നമ്മുടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കാണാം. ഇനിയിപ്പോൾ ഈ രാത്രിയിൽ ക്യാമറ ഉപയോഗിച്ച് തിരുവനന്തപുരം കാണാനൊന്നും ഇല്ല. എൻ്റെ ഫോൺ ക്യാമറ കാര്യം മാത്രം വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ നടക്കൂടെ സ്റ്റോപ്പ് ചെയ്യണം. ബാക്കി നമ്മൾ തിരുവനന്തപുരം നെടുമങ്ങാട് എത്തിയ ശേഷം അറിയിക്കുന്നതിന് നെടുമങ്ങാട് എത്തി നോട്ട് നമുക്ക് അവിടെ പോയി കാണാം ബാക്കി. സോ ഫൈനലി ഗൈസ് നമ്മൾ നെടുമങ്ങാട് എത്തി. ശ്രുതിയാണ് അടുത്ത ബസ് സ്ഥലം നീങ്ങാണ്ട് പോയിരിക്കുന്നത്. 2 ബസ് നിറച്ചു ആൾക്കാർ നെടുമങ്ങാട് വന്ന് ഇറങ്ങിയത്. ഒരു ബസ് അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. അത് മാനന്തവാടി സൂപ്പർ ഫാസ്റ്റ് ഷിഫ്റ്റ് ബസ്സായിരുന്നു. ആ ബസ് ഫുള്ളും നെടുമങ്ങാട് ആൾക്കാർ ഇറങ്ങി.
പിന്നെ ഞങ്ങൾ വന്ന് തെങ്കാശി ബസ്സാണ്. അതിനകത്ത് 3/4 ഭാഗം ആൾക്കാർ നെടുമങ്ങാടാണ്. മൊത്തം 2 ദിവസം നിറച്ചും നെടുമങ്ങാടായിരുന്നാണ് കൂടുതൽ ആൾക്കാർ ഇറങ്ങാണ്ടായിരുന്നത്. ഇപ്പോഴും ആൾക്കാർക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. വണ്ടി ഇറങ്ങി തീർന്നിട്ടില്ല. ഇപ്പോൾ ആളോട് ആണ് ഹോൺ അടിച്ച് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ ബസ് നേരത്തെ ഈ സ്ഥലത്തേക്ക് അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്ന സ്ഥലമാണ് നെടുമങ്ങാട്. ഇവിടെ ഇവർക്ക് വേണമെങ്കിൽ രാത്രി സമയത്ത് 10 മണിക്ക് ശേഷം ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ 2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടൊരു ട്രിപ്പ് ഇടായിരുന്നു. ഒരുപാട് കളക്ഷൻ കിട്ടും. കാരണം ഒരുപാട് ശരിക്കും അത്യാവശ്യം നന്നായിട്ട് ഇപ്രാവശ്യം നല്ല റെക്കോർഡ് വരുമാനമുണ്ട് KSRTC എന്നൊക്കെ കേട്ടിട്ട് പോലും ഇവർക്ക് ഈ സൈഡിലേക്കൊക്കെ ഇതുപോലത്തെ മെയിൻ സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് ബസ് ഇടാൻ പറ്റിയിട്ടില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം. മെയിൻ സ്ഥലത്തേക്ക് രാത്രിയൊക്കെ 2 മണിക്കൂർ കൂടുന്നെങ്കിൽ ബസ് ഉണ്ടെങ്കിൽ അവിടെ രാത്രി ഫുള്ളും ഇപ്പോൾ നമ്മളൊന്നിറങ്ങിയ ബസ് അവിടെ കയറി നിർത്തുന്നത് ആൾക്കാരെ ഇറക്കാൻ വേണ്ടി ഫുള്ളിറങ്ങി നിന്നിട്ട് ആളുടെ ആളുകളുണ്ട്. ഇനി 6:50 നമുക്ക് ബസ്സുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 5:25. ഇനി 1 മണിക്കൂറിൽ കൂടുതൽ സമയം ഇവിടെ വെയിറ്റ് ചെയ്യണം നമ്മളെ കാട്ടിലേക്ക് ബസ്. നെടുമങ്ങാട് വരെ വന്നാൽ മതി. പിന്നെ ഇവിടെ നമുക്ക് നടന്നു പറ്റില്ല, നല്ല ദൂരമുണ്ട്. ബസ്സിന് പോകണമെങ്കിൽ സമയം ബസ് എപ്പോഴും ഇല്ല കാട്ടിലേക്ക്. അത് വേറെ വർഷം ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ബർത്ത്ഡേ ട്രീറ്റ് ഒരുമാതിരി ഫുള്ളായിട്ടൊരു ദുരന്തം പിടിച്ച ബർത്ത്ഡേ ട്രീറ്റായി പോയി. ഞാൻ ഇത്രയ്ക്കും ദുരന്തം പിടിച്ചൊരു ബർത്ത്ഡേ ട്രീറ്റ് ആദ്യമായിട്ടാണ് അനുഭവിക്കണത്. ഇതായിരുന്നു ഉറങ്ങാൻ വരുന്നുണ്ട്, ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. ഞാനും ഉറക്കാൻ തുടങ്ങി പ്രാന്തായി മടുത്ത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിൽ കിടന്ന് ഉറങ്ങും 2 ആളും കൂടി. അതായിരിക്കും മെയിൻ പരിപാടി. വേറെ ഒരു പരിപാടി ഉണ്ടാവില്ല. വേറെ ഒരു പരിപാടി ചെയ്യാൻ വയ്യ. നല്ല ക്ഷീണമുണ്ട്. ഞാനിനി പോയാൽ തിന്നലും കുടിക്കൊന്നുമില്ല. പല്ലൂരിൻ്റെ ഒക്കെ ഉണ്ടാവും. നേരെ കിടന്ന് ഉറങ്ങും. അതാണ് എൻ്റെ അവസ്ഥ. അതിന് മാത്രം ഉറക്കം തൂങ്ങി നിൽക്കുകയാണ് ഞാൻ. എനിക്ക് നല്ല ഉറങ്ങണം. വണ്ടി ഇപ്പോൾ നിർത്തി ആൾക്കാരെ ഇറക്കിട്ട് തിരിച്ചിറങ്ങാണ്. അങ്ങറ്റത്ത് നിങ്ങൾ കാണാൻ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ രാത്രി ഫുള്ളും തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ വെയിറ്റിംഗ് ആയിരുന്നു ഈ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ രാത്രിയിലൊക്കെ ഒരു വണ്ടിയൊക്കെ വിടായിരുന്നു ഗൈസ്. 10 മണിക്ക് ശേഷം 10 മണിക്ക് മുമ്പ് ഒരു വണ്ടി കഴിഞ്ഞാൽ പിന്നെ 10 മണിക്ക് ശേഷം വണ്ടി ഇങ്ങോട്ടില്ല. പിന്നെ തിരുവനന്തപുരത്തൊക്കെ സിറ്റിയിലൊക്കെ ഇവിടുന്ന് പോയി വർക്ക് ചെയ്യുന്നവരൊക്കെ എങ്ങനെ രാത്രി 10 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്നത് ആലോചിക്കുന്നത്. അവരൊക്കെ വണ്ടി ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ 10 മണിക്ക് മുന്നേ ഷിഫ്റ്റ് തീരുന്നവരായിരിക്കും തോന്നുന്നു. ഗൈസ് ഇപ്പോൾ നമ്മൾ നെടുമങ്ങാടുണ്ട്. നമുക്ക് 6:50 ബസ്. സമയം ഇപ്പോൾ എന്തായാലും 5:30 നമ്മളിപ്പോൾ എന്തായാലും ബ്ലോഗ് വൈൻഡപ്പിയാണ്. ഇതോടെ നമ്മുടെ ഇന്നത്തെ എൻ്റെ ദുരന്തം പിടിച്ച ബർത്ത്ഡേ ട്രീറ്റിൻ്റെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി ദുരന്തം പിടിച്ച ബർത്ത്ഡേ ട്രീറ്റ് നമുക്ക് ബ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ പുതിയൊരു അടുത്ത് നല്ലൊരു പുത്തൻ വിശേഷവുമായിട്ട് നമുക്ക് കാണുമ്പോഴേ ബൈ ഫ്രം RJ. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.